ശ്രീമദ് ഭാഗവതം ക്ലാസ് 117. നമ്മളിന്ന് സ്കന്ധം 5 അധ്യായം 24 നോക്കുന്നത്. അതിൽ രാഹുവിൻ്റെ സ്ഥിതിയും അദലാദി ലോകങ്ങളും. നമ്മൾ ഇതുവരെ പ്രപഞ്ചഘടന കണ്ടു. ഭൂമിക്ക് മുകളിൽ 7 ലോകമുണ്ട്, ഭൂമിക്ക് താഴെ 7 ലോകമുണ്ട് എന്നെല്ലാം കേട്ടിട്ടുണ്ട്. ഭൂമിക്ക് മുകളിലുള്ള 7 ലോകങ്ങളെ പറ്റി നമ്മൾ കണ്ടു. 7 ലോകങ്ങളുണ്ട്. അത് ഓരോന്നിലും 7 മരുത്തുക്കളെ വെച്ച് 49 മരുത്തുക്കളുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ഘടനയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ശേഷം നമ്മുടെ സൗരയൂഥ സിസ്റ്റത്തെ പറ്റി, ഇപ്പം അതിലൊരു മരുത്തിലാണ് നമ്മുടെ സൗരയൂഥ സിസ്റ്റം, സൂര്യന് ഗ്രഹങ്ങളെല്ലാം ഉള്ളത്. പിന്നെ അവർ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഈ സൂര്യനും ഗ്രഹങ്ങളും കൂടി ധ്രുവ നക്ഷത്രത്തിൻ്റെ ചുറ്റും ചുറ്റുന്നുണ്ട്. പിന്നെ അതെല്ലാം കൂടിയിട്ട് മേരുപർവ്വതത്തിനെ ചുറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിസ്തരിച്ച് പ്രപഞ്ചഘടന, അവിടെയുള്ള നദികളെ പറ്റി എല്ലാം പറഞ്ഞു തന്നു. അതിൻ്റെ ശേഷം മേരുപർവ്വതത്തെ ചുറ്റുമ്പോൾ മേരുപർവ്വതത്തിനെ ചുറ്റുന്ന ആ ഘടനയും പറഞ്ഞു തന്നു. എങ്ങനെയാണ് മേരുപർവ്വതം എവിടെയാണുള്ളത്, അതിനെ ചുറ്റ് സൂര്യനും ഗ്രഹങ്ങളെല്ലാം എങ്ങനെയാണ് ചുറ്റുന്നതെന്നും പറഞ്ഞു തന്നു കഴിഞ്ഞു. അതിനുശേഷം സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചുറ്റുന്നത്, ഏതെല്ലാം ഗ്രഹങ്ങളാണ് ചുറ്റുന്നത്, എങ്ങനെയെല്ലാം ചുറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ നോക്കുമ്പോൾ 7 ലോകങ്ങളിൽ വരുന്ന എല്ലാ മുകളിലുള്ള ഭൂമിക്ക് മുകളിലുള്ള ഭൂമിയും ഭൂമിക്ക് മുകളിലുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥാനങ്ങളും അവയുടെ വലുപ്പവും അവയിലുള്ള പർവ്വതങ്ങളും അവയിലുള്ള നദിക്ക് എങ്ങനെയാണ് ചുറ്റുന്നത്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നെല്ലാം ഏകദേശം ശാസ്ത്രലോകം കണ്ടെത്താത്ത ശാസ്ത്രതത്വങ്ങൾ പോലും അവർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. പക്ഷെ ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു, രാഹുവിനെ പറ്റി. രാഹു എന്നത് ഒരു ഗ്രഹമല്ല, അത് ജ്യോതിഷത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഛായാഗ്രഹം എന്നാണ് പറയുക. ഒരു ഛായയാണ്, ഷെയ്ഡാണ്. എന്തിൻ്റെ ഷെയ്ഡ് എന്നല്ല പിന്നീട് പറയും, അത് മാത്സിലൂടെ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുകയാണ് അതിനെപ്പറ്റിയും. പിന്നെ ഭൂമിക്ക് താഴെ 7 ലോകമുണ്ട്. ആ 7 ലോകങ്ങളെ പറ്റി, പാതാള ലോകം എന്നെല്ലാം പറയുന്ന ആ 7 ലോകം, അതിനെപ്പറ്റിയാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ഈ 14 ലോകങ്ങളുടെയും ഘടന പറഞ്ഞ് തീർക്കാൻ പോകുക. ശാസ്ത്രലോകീൻ്റെ അടുത്ത് എത്തുന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം. ഒന്നിൽ ശ്രീ സുഗൻ പറയുന്നു, സൂര്യമണ്ഡലത്തിന് താഴെയായി ഒരു 10,000 യോജന അകലെയായിട്ടാണ് ഒരു നക്ഷത്രം പോലെ രാഹുഗ്രഹം സഞ്ചരിക്കുന്നതെന്ന് ചിലർ പറയുന്നു. ഇവിടെ ചിലർ പറയുന്നു എന്ന് പറയുന്നതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, അതിനെ ആ രൂപത്തിലൊന്നും എടുത്തു പോകരുത്. ചിലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കുക. കാരണം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുവിനെ പറഞ്ഞ് ബോധിപ്പിക്കുക കുറച്ച് പ്രയാസമാണ്. അത് സയൻസിലൂടെ മാത്സിലൂടെ എല്ലാം വിവരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു നക്ഷത്രം പോലെ രാഹുവിനെ ചിന്തിച്ചോളൂ. അതുകൊണ്ടാണ് ചിലർ പറയുന്നു. സാധാരണ ജനങ്ങളാണ് ഈ ചിലർ. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈവൻ ജ്യോത്സ്യന്മാരെ, ഭൂരിപക്ഷം 99% ജ്യോത്സ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഒരു നക്ഷത്രത്തിൻ്റെ മാതിരി ഒരു ബിന്ദുവായിട്ടാണ് കാണുന്നത്, ഒരു ഗ്രഹമായിട്ട്, ഒരു ഛായാഗ്രഹമായിട്ട്. എന്നാൽ അതെന്താണെന്നുള്ളത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം വളരെയധികം അനലൈസ് ചെയ്തിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അതിനെപ്പറ്റി പിന്നീട് പറയും. എന്നിട്ട് അതിന് അസുര സ്വഭാവമാണ്. അപ്പം നീചഗ്രഹമായിട്ടാണ്, ഗ്രഹമല്ല എങ്കിലും നീചഗ്രഹമായിട്ടാണ് അതിനെ കാണുന്നത്. സിംഹികയുടെ പുത്രനും ദേവത്വത്തിന് ഒട്ടും നിരക്കാത്ത യോഗ്യതയില്ലാത്തവനുമായ രാഹു, അവനെ ദേവനായിട്ട് ഒരു തരത്തിലും കണക്കാക്കാൻ പറ്റില്ല. രാഹുവിന് ദേവന്മാരായ ഗ്രഹങ്ങളുണ്ട്, അസുരന്മാരായ ഗ്രഹങ്ങളുണ്ട്. അത് അസുരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഒരു തരത്തിലും അതിനെ
ദേവന്റെ ഗണത്തിൽ കൂട്ടാൻ പറ്റുന്നതല്ല. എന്നിട്ടും വിഷ്ണു ഭഗവാന്റെ കൃപയാൽ അതിന് ദൈവത്വം കിട്ടി. ദൈവത്വം കിട്ടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവന് നാശമില്ല, മരണമില്ല. പ്രപഞ്ചമുള്ള കാലത്തോളം അതുണ്ട്. ഇപ്പം രാശിചക്രമുള്ള കാലത്തോളം രാഹു അവിടെ കാണും. അപ്പം അതിലൊരിക്കലും നാശമില്ല. ആ നിലയിൽ അതിന് ദൈവത്വവും കിട്ടിയിട്ടുണ്ട്, ഗ്രഹത്വവും കിട്ടിയിട്ടുണ്ട്. അതൊരു ഗ്രഹമൊന്നുമല്ല, എന്നാലും വിഷ്ണു പറഞ്ഞു കിടക്കട്ടെ, അതിനെ ഗ്രഹമായിട്ട് എടുത്തോളുന്നു. കാരണം ആ ശ്രീഹരിയാണ് പ്രപഞ്ചം സൃഷ്ടിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ട്. അദ്ദേഹം എന്നെല്ലാം പറയുമ്പോൾ ഒരു ബലമാണ്. എല്ലാം മനുഷ്യരൂപത്തിലൊന്നും കണ്ടുപോകരുത്, അത് കഥയിലാണ്. അപ്പം പ്രപഞ്ചം സൃഷ്ടിക്കുന്ന പിന്നിലുള്ള ശക്തിക്ക് ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ അവിടെ ഒരു രാഹു എന്ന ഒരു ഗ്രഹം പോലെ ഒന്നിനെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനെ ഗ്രഹമായിട്ട് കണ്ടുകൊള്ളൂ. സാധാരണക്കാരനെല്ലാം ഗ്രഹമായിട്ട് കണ്ടുകൊള്ളൂ. കാരണം ഗ്രഹത്തിൻ്റെ സ്വഭാവമുണ്ട്, അസുര സ്വഭാവമുണ്ട്, അതിന് ദൈവത്വമുണ്ട്. അത് പ്രപഞ്ചമുള്ള കാലത്തോളം അതുണ്ട്. അല്ലാതെ അസുരന്മാരെ പോലെ ചത്തു പോവുക പിന്നെയും ജനിക്കുന്ന പരിപാടി കയ്യിലില്ല. അതുകൊണ്ട് അതിന് ദേവത്വവും ആ നിലയിൽ ദേവത്വമുണ്ട്. എന്നിട്ട് അതിൻ്റെ കാര്യമല്ല ഇനി പറയാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് രണ്ടിൽ പറയുന്നു, എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സൂര്യൻ്റെ മണ്ഡലം വിസ്താരത്തിൽ. സൂര്യൻ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സൂര്യൻ്റെ മണ്ഡലം ഏകദേശം വിസ്താരത്തിൽ 10,000 യോജനയായിട്ടാണ് കാണുന്നതെങ്കിൽ ചന്ദ്രൻ്റേത് 12,000. അപ്പം സൂര്യനെക്കാട്ടി പ്രാധാന്യം ചന്ദ്രനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ജ്യോതിഷത്തിലെ ഗോചരയെല്ലാം ചന്ദ്രനെ അടിസ്ഥാനമാക്കി പറയുന്നത്. ചന്ദ്രൻ ചെറുതെല്ലാം തന്നെ, പക്ഷേ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ സൂര്യനെക്കാട്ടി കുറച്ച് കവച്ചു നിൽക്കുമോ ചന്ദ്രൻ എന്ന് ചിന്തിച്ചു. ഉദാഹരണമായി ചന്ദ്രൻ അച്ഛനാണെങ്കിൽ, സൂര്യൻ അച്ഛനാണെങ്കിൽ ചന്ദ്രൻ അമ്മയാണ്. സാധാരണ മക്കൾക്കെല്ലാം അമ്മയോടാണ് കുറച്ചൊരു സ്വാധീനിക്കുന്ന കുറച്ച് കൂടുതൽ. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ സൂര്യമണ്ഡലത്തിൻ്റെ വിസ്താരം 10,000 എടുക്കുകയാണെങ്കിൽ ചന്ദ്രമണ്ഡലത്തിൻ്റേത് 12,000 എടുക്കണം, രാഹുവിൻ്റേത് 13,000 എടുക്കണം. അപ്പം ആ നിലയിൽ ചിന്തിക്കുമ്പോൾ സൂര്യചന്ദ്രനെക്കാട്ടിയും പ്രാധാന്യം രാഹുവിന് വരുന്നില്ലേ എന്ന് ചിന്തിക്കണം. അത്രയും പ്രാധാന്യമുള്ളൊരു സംഗതിയാണ് ഈ രാഹു. ഈ രാഹു അമാവാസി, പൗർണമി എന്നീ പക്ഷങ്ങളിലെ പർവ്വകാലത്തിൽ, പർവ്വകാലം എന്ന് പറഞ്ഞാൽ അമാവാസി പൗർണമി എല്ലാം വർഷത്തിൽ വേറെ വരും. പക്ഷേ ആ കാലഘട്ടത്തിൽ അത് സൂര്യൻ്റെയും ഭൂമിയുടെയും നേർരേഖയിൽ വരില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറിയിട്ട് പോവുക. അതുകൊണ്ട് അത് സൂര്യനെ മറക്കൊന്നുമില്ല. എന്നാൽ ചില സമയത്ത് സൂര്യനെ മറച്ചു കളയുന്നുണ്ട്. അതിനാണ് നമ്മൾ ഗ്രഹണം എന്നെല്ലാം പറയുന്നത്. അപ്പം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും എല്ലാം ഇടക്ക് കയറിയിട്ട് നേരെ അഭിമുഖമായിട്ട് അത് കയറി വന്നു കിടക്കും. അതേ രേഖയിൽ, അതായത് സൂര്യൻ, ഭൂമി, രാഹു, കേതു ഒരേ രേഖയിൽ വരുമ്പോഴാണ് മറക്കാൻ പറ്റുന്നത്. അപ്പം സൂര്യനെല്ലാം ചിലപ്പോൾ കയറി ആശാൻ കയറിയിട്ട് വന്നിട്ട് ഇടക്ക് കയറിയിട്ട് മറച്ചു കിടക്കും. അത്രയും വില്ലനാണ്. അതിനെ അഭിമുഖീകരിച്ച് അവരെ മറക്കുന്നു. അതിലൂടെ അവൻ എന്ത് ചെയ്യാണ്? തൻ്റെ അസുരത്വം പ്രകടമാക്കിയാണ്. ഞാൻ വലിയ കഴിവുള്ളവനാണ്, അസുര സ്വഭാവമുള്ളവനാണ്, ഞാൻ ഭയങ്കര കഴിവാണ്, ഇവന്മാരെ പോലും ഞാൻ മറക്കും എന്നുള്ള ഭാവത്തിലാണ് നടക്കുന്നത് കൊണ്ടാണ് അതിനെ അസുരൻ എന്നും കൂടി പറയുന്നത്. ആ പക വെച്ച് പാഞ്ഞടുക്കുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു ചിന്ത വെച്ചിട്ട് അത് പാഞ്ഞടുക്കും. ചില സമയത്തെല്ലാം വന്നിട്ട് മറച്ചു കളയും. അങ്ങനെ അസുരത്വം പ്രകടമാക്കുന്നു. 3, അതിനാൽ സംരക്ഷണത്തിനായി ശ്രീ വിഷ്ണു ഭഗവാൻ
സുദർശന ചക്രം പ്രയോഗിച്ചിരിക്കുന്നു സംരക്ഷത്തിനായി. അങ്ങനെ സൂര്യനെയെല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ട് സുദർശന ചക്രം പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ ആ രാശിചക്രത്തിൽ അല്ലെങ്കിൽ സൗരയൂഥ സിസ്റ്റത്തിൽ രാഹു എല്ലാം പെടുന്ന ആ സിസ്റ്റത്തിൽ, പ്രപഞ്ച സിസ്റ്റത്തിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സമയത്തേര് മറക്കും, എന്നിട്ട് പിന്നെ അങ്ങ് ഓടിക്കളയും. അത് ഒരു കഥരൂപത്തിൽ പറയുകയാണ്. അപ്പൊ സുദർശന ചക്രം പ്രയോഗിച്ചിട്ട് എന്ന് പറഞ്ഞാൽ കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് ഇത് നേർക്ക് വരും, അപ്പം മറച്ചു കളയും. അപ്പൊ അതിനെ പറയുകയാണ്, ആ സമയം സുദർശന ചക്രം പ്രയോഗിക്കുമ്പോൾ തേജസ് കൊണ്ട് സഹിക്ക വയ്യാതെ അതിൽ അല്പസമയം നിന്നിട്ട് ആ സുദർശന ചക്രത്തിന്റെ തേജസ്സിൽ ഭയന്നിട്ട് അതിനെ മറച്ചിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് കളയും, എന്നിട്ട് പെട്ടെന്ന് മാറിക്കളയും. അതിൻ്റെ തേജസ് കൊണ്ട് അത് അകലേക്ക് പോകും. അപ്പം അധിക സമയം മറച്ചങ്ങ് നിൽക്കില്ല, കുറച്ച് സമയത്തേക്കാണ് മറക്കുക. അതിൻ്റെ ആസുര സ്വഭാവം വെച്ചിട്ട് വാശിക്ക് വന്നിട്ട് കയറി അങ്ങ് നിൽക്കും. പക്ഷേ സൗരയൂഥം എന്ന സുദർശന ചക്രം വിഷ്ണുവിൻ്റെ ചക്രമായതുകൊണ്ട് ഗ്രഹങ്ങളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ അതിട്ടെറിഞ്ഞിട്ട് പോകും. അതിനാണ് ഗ്രഹണം എന്ന് പറയുന്നത്. അപ്പം ഗ്രഹണം നടക്കുന്ന കാര്യങ്ങളും ഏകദേശം നമുക്ക് കഥരൂപത്തിൽ പറഞ്ഞു തന്നു. രാഹുവിൻ്റെ സ്ഥാനത്തു നിന്നും താഴെ അത്രയും യോജന അകലെ സിംഹളന്മാർ, ചാരാണന്മാർ, വിദ്യാധരന്മാർ എന്നിവരുടെ സ്ഥാനങ്ങളാണ്. അതിൻ്റെ സ്ഥാനത്ത് നിന്നും താഴെ അത്രയും യോജന, ഒരു 10,000 യോജന അകലെ ഇവരുടെ സ്ഥാനമാണെന്ന് പറയുകയാണ്. അതിനെയും താഴെയായിട്ട് 5 ഇടം വരെ കാറ്റുകളും മേഘവും കാണുകയും ചെയ്യുന്നുവോ അതിന് കീഴോട്ട് വരുമ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് കാണാം? കാർമേഘങ്ങളെ കാണാം. കാറ്റുകളെല്ലാം കാർമേഘങ്ങളെല്ലാം തള്ളിക്കൊണ്ടു പോകുന്നത് കാണാം. അവിടം വരെ യക്ഷന്മാർ, പിശാചുക്കൾ, പ്രേതങ്ങൾ, ഭൂതഗണങ്ങൾ എന്നിവരുടെ ക്രീഡാസ്ഥലമായ അന്തരീക്ഷ ലോകമാണ്. അപ്പോൾ അതിനാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക്, അവിടെയാണ് യക്ഷന്മാരും രാക്ഷസന്മാരും പിശാചുക്കളെല്ലാം കാണുന്നത്. അപ്പോൾ ഇതെല്ലാം സൂര്യൻ്റെ ബലങ്ങളാണ്. ഈ യക്ഷന്മാർ, ഗന്ധർവന്മാർ എന്നെല്ലാം സൂര്യനിൽ നിന്ന് വരുന്ന ഗ്രഹങ്ങൾ അന്തരീക്ഷത്തിലെത്തുമ്പോൾ അവ നമ്മുടെ മനസ്സിനെയെല്ലാം സ്വാധീനിക്കാൻ കഴിയുള്ള ബലങ്ങളായിട്ട് മാറുന്നുണ്ട്. പലതരത്തിൽ പല മനുഷ്യരെ പല സമയത്ത് പലതരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ചിലത് നല്ലതായിട്ട് സ്വാധീനിക്കും, ചിലത് ദോഷമായിട്ട് രോഗം, മാനസിക വിഭ്രാന്തിയെല്ലാം ഉണ്ടാക്കും. അപ്പോഴാണ് യക്ഷി കൂടി പിശാചി കൂടി എന്നെല്ലാം ഇങ്ങനെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ചില ബലങ്ങളുള്ള ആ സ്ഥലത്തിനാണ്, ഇവയുടെയെല്ലാം ആകർഷണ ബലം വന്നു കൊടുക്കുന്ന സ്ഥലത്തിനാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. നമ്മളെ മുകളിലുള്ള അന്തരീക്ഷത്തിൽ ഈ എല്ലാ ഗ്രഹങ്ങളുടെയും മുകളിലുള്ള ഗ്രഹങ്ങളെല്ലാം നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല ഫലം നമ്മളിൽ ചെലുത്തും. മോശം സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മാനസിക രോഗങ്ങൾ ഉണ്ടാക്കും. ഭ്രാന്തുമാരിയുള്ള അസുഖമോ, പിശാചുബാധയേറ്റമാരിയോ, ഭദ്രകാളി കൂടിയ മാരിയോ ഉള്ള എല്ലാം സ്വഭാവങ്ങൾ നമ്മൾ കാണിക്കാൻ തുടങ്ങും. അത്തരം ഫലങ്ങളെല്ലാം ഈ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളിടത്തേക്ക് വരുന്നതെന്ന് സാരം. ഇതെല്ലാം ഗ്രഹങ്ങളുടെ ബലങ്ങളാണ്. അവിടെ നിന്നും താഴെ 100 യോജന അകലെ ഹംസം, ദാസം, ശ്വാനം, ഗരുഡൻ മൂലായ പക്ഷിക്ഷേത്രം ശ്രേഷ്ഠന്മാർ പറന്നു നടക്കുന്ന ഭൂമണ്ഡലമാണ്. അതിന് ശേഷമുള്ള കുറേ സ്ഥലത്തേക്ക് അന്തരീക്ഷത്തിൽ നിന്ന് കുറച്ചും കൂടി താഴത്തോട്ട് ഒരു 100 യോജന വരുമ്പോൾ പിന്നെ അവിടെയെല്ലാം നമുക്ക് പക്ഷികൾ, ഗരുഡന്മാരെല്ലാം പറക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ പരുന്തെല്ലാം പറക്കുന്ന സ്ഥലം വരെയുള്ളത്, അതിൽ നിന്ന് ഒരു 100 യോജന അകലെയായിട്ടാണ് യഥാർത്ഥ അന്തരീക്ഷം എന്നത് ഉദ്ദേശിക്കുന്നത്. ഭൂമണ്ഡലമാണ്. അതെല്ലാം ഭൂമിയുടെ പരിധിയിൽ പെട്ടതാണ്. ഏത്? താഴെ 100 യോജന അകലെ, അവിടെ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും ഒരു 100 യോജന താഴെയായിട്ട്
ഈ ഗരുഡന്മാരും പരുന്തുകളെല്ലാം പറക്കുന്ന സ്ഥലമാണ്. അതായത് നമ്മൾ ആകാശത്തിൽ നോക്കുമ്പോൾ പരുന്തെല്ലാം പറക്കുന്ന ഒരു ദൂരം ഉണ്ടല്ലോ, ആ സ്ഥലം അത് ഏത് തന്നെയാണ്? ഭൂമിയുടെ മണ്ഡലമാണ്. അവിടെ ഭൂമിയുടെ വായു ഉണ്ട്, അതുകൊണ്ടാണ് പക്ഷികൾക്കെല്ലാം പറക്കാൻ പറ്റുന്നത്. അപ്പോൾ ഭൂമിയിൽ നിന്നും അത്രയും ദൂരമാണ്. പരുന്തുകളെല്ലാം പറക്കുന്ന സ്ഥലം വരെയുള്ള സ്ഥലം ഭൂമി തന്നെയാണ്. ഭൂമി തരുമ്പോൾ അതും അതിൻ്റെ കൂട്ടത്തിൽ കറങ്ങുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് അന്തരീക്ഷമുള്ളത്. അത് അവിടെ നിന്നും ഏകദേശം 100 യോജന അകലെയാണ് ഉള്ള സ്ഥലത്തിനാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇനി ഭൂമിയുടെ താഴെ 7 അധോലോകങ്ങളുണ്ട്. അപ്പം ഭൂമിക്കടിയിലും 7 അധോലോകങ്ങളുണ്ട്. ഭൂമിക്കടിയിൽ എന്ന് പറഞ്ഞാൽ ഭൂമി നമ്മൾ മാന്തി നോക്കണം. ഭൂമി ആരാണ് മാന്തി നോക്കുക? ഭൂഗർഭ എന്തെന്നാണ് പറയുക? ഭൂമി മാറുന്ന വിഭാഗം എല്ലാം ഉണ്ടല്ലോ സയൻസിൽ. ഭൂമിയുടെ അടിയിലുള്ളത്, ജലത്തിലുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്യുന്ന വിഭാഗങ്ങളുണ്ടല്ലോ സയൻസിൽ. അല്ലെങ്കിൽ കെമിസ്ട്രി ഉള്ളവരെല്ലാം ഭൂമിയിലുള്ള വസ്തുക്കൾ എടുത്തിട്ട് മാന്തി നോക്കിയിട്ട് അതിൻ്റെ അകത്ത് സ്വർണ്ണമുണ്ടോ വെള്ളിയുണ്ടോ എന്നുള്ളത് നോക്കുന്ന പോലെ ഭൂമിക്കടിയിലേക്ക് പോകുന്ന ലോകമാണ് 7 ലോകം. ഭൂമിക്കടിയിലും ഗോളങ്ങളെ കൊണ്ട് തന്നെയാണ് ഈ ഭൂമി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ നമ്മൾ സൂക്ഷ്മമായി മുറിച്ച് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആറ്റങ്ങളാണ്. അപ്പം ഭൂമി എന്നത് ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ആറ്റത്തിലും സൂര്യനെ പോലെ നടുവിലൊരു ന്യൂക്ലിയസും കുറേ ഇലക്ട്രോണും ചുറ്റലാണ്. അപ്പം ഭൂമി നമുക്കിപ്പം നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കട്ടയെല്ലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് കുറേ ഗോളങ്ങൾ അടുക്കി അറേഞ്ച് ചെയ്തതാണ്. ആ ഗോളങ്ങൾ മാത്രമല്ല, സൂര്യനും ഗ്രഹങ്ങളും മാതിരി തന്നെ ആറ്റങ്ങളും ഇലക്ട്രോണുകളും സൗരയൂഥ സിസ്റ്റം പോലെ തന്നെയുള്ള കുറേ എണ്ണം കൂടിച്ചേർന്നിട്ടാണ് ഈ ഭൂമിമാര് നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇതിങ്ങനെ കട്ടയായിട്ടൊന്നുമല്ല, ശൂന്യമായ സ്ഥലമാണ്. കുറേ ആറ്റങ്ങൾ ഇങ്ങനെ ചേർത്ത് പക്ഷെ നമുക്കങ്ങനെ ചെറുതായിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാം കൂടിയിട്ട് ഒരു കട്ടമാതിരിയായിട്ട് തോന്നുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് 7 ശാസ്ത്രലോകവും 7 തരത്തിലായിട്ട് തിരിച്ചിട്ടുണ്ട്. കെമിസ്ട്രി പഠിക്കുന്നവർക്കറിയാം, ഭൂമിയുടെ മുകൾ പരപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കാണുന്നത്? എന്നിട്ട് പറയുന്നത് ഓരോന്നും വേറെ 15,000 യോജന ഇടവിട്ടുകൊണ്ട് അത്രയും ദീർഘ വിസ്താരത്തോടെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം എല്ലാം ഒരു പ്രത്യേക അകലത്തിൽ 10,000 യോജന എന്നെല്ലാം പറയുമ്പോൾ ഭൂമിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രത്യേകത വേറെ തരത്തിലാണ്. അതുകൊണ്ടാണ് കൽപ്പിക്കപ്പെടുക എന്ന് പറയുന്നത്. ഏകദേശം എല്ലാം പ്രപഞ്ചത്തു നിന്ന് മുകളിൽ താഴോട്ടേക്ക് വരുമ്പോഴെല്ലാം 10,000 യോജന വെച്ചിട്ടാണ് മരുത്തുക്കളിൽ നിന്ന് പിന്നെ ധ്രുവനിലേക്ക് മറ്റേ സൂര്യൻ ഇങ്ങനെ വരുമ്പോൾ താഴത്തോട്ടേക്ക് പോകുമ്പോഴും ഇതേമാതിരി തന്നെയാണ് പോകുന്നത് ഏകദേശം. അത് പറയാൻ വേണ്ടി അങ്ങനെ യോജന പറഞ്ഞത്, അല്ലാതെ കൃത്യമായിട്ട് സ്കെയില് വെച്ചൊന്നും അളന്നു വെക്കരുത്. എന്നിട്ട് അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം എന്നിങ്ങനെയാണ് അവയുടെ പേരുകൾ. 7 ലോകമായിട്ട് തിരിച്ചിട്ടുണ്ട്. അവ 8 ദിലസ്വർഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടെ സ്വർഗത്തെക്കാളും അധികമായ കാമഭോഗങ്ങളും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സുസമ്പന്നമായ ഗ്രഹങ്ങളും പൂങ്കാവനങ്ങളും ക്രീഡാസ്ഥലങ്ങളും അസുരഗണങ്ങളും കദ്രുപുത്രന്മാരും നാഗങ്ങളും നിത്യ സന്തുഷ്ട സ്നേഹത്തോടെ ഭാര്യാമക്കൾ ഭൃത്യന്മാരോട് കൂടിയവരായി ഉണ്ട്. അവിടെയും പൂങ്കാവനങ്ങളെല്ലാം സുന്ദരമായ ലോകമുണ്ട് എന്ന് പറയാണ് ഭൂമിക്കടിയിൽ. അപ്പം ഭൂമിക്കടിയിലേക്ക് പോകുമ്പോൾ ഭൂമിയുടെ ഗുഹകളിലേക്ക് തന്നെ നമ്മൾ പോകുമ്പോൾ കാണണം, നെറ്റിൽ നോക്കിയാൽ മതി, ഭൂമിയുടെ അകത്ത് കുറേ ഗുഹകളുണ്ട്.
ആ ഗുഹകളിലെല്ലാം ചെല്ലുമ്പോൾ സുന്ദരമായ രൂപങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ചില സ്ഥലങ്ങളിലെ ഗുഹകളുണ്ട്, പർവ്വതങ്ങളുടെ ഇടക്കൂട്ടിയെല്ലാം അങ്ങ് കയറി പോകാം. കയറി പോകുമ്പോൾ അതിൽ സുന്ദരമായ ചില സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അവിടെ പുറ്റുകളെല്ലാം, ജീവജാലങ്ങളുണ്ട്. ജീവജാലങ്ങൾ ആണും പെണ്ണും എല്ലാവരും തന്നെയാണ് ജീവിക്കുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ എന്നെല്ലാം പറയുമ്പോൾ മനുഷ്യരെ പോലെ ഒന്നും ചിന്തിക്കേണ്ട. ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇണചേർന്ന ജീവികളായിട്ട്. അത് ഭൂമിക്കടിയിൽ, ഭൂമി എന്ന് പറയുമ്പോൾ അതിൻ്റെ മുക്കാൽ ഭാഗം ഏകദേശം വെള്ളമാണ്. അപ്പം സമുദ്രവും ഭൂമി തന്നെയാണ്. സമുദ്രത്തിൻ്റെ അടിയിൽ നമുക്ക് കാണാം സുന്ദരമായ ജീവജാലങ്ങളുണ്ട്. ചെടികളുണ്ട്, മരങ്ങളുണ്ട്, സുന്ദരമായ ജീവജാലങ്ങൾ ആണും പെണ്ണും എല്ലായിട്ട് ജീവിക്കുന്നുണ്ട്, കുടുംബസമേതം ജീവിക്കുന്നുണ്ട്. ഗത്യന്മാരോടെല്ലാം കൂടിയിട്ട് അങ്ങനെ സുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്. ഗ്രഹങ്ങളെല്ലാം വെച്ചിട്ട് നല്ല ഗ്രഹം എന്നല്ല പറഞ്ഞാൽ അവക്കുള്ള പുറ്റുകൾ, ചിലതിൽ ഈ പുറ്റ് സുന്ദരമായ പുറ്റിലാണ് ഇതെല്ലാം കയറി താമസിക്കുന്നത്. മനുഷ്യന്റെ വീടുകളെക്കാട്ടി ഭംഗിയാണ് അവരുടെ വീടുകൾ. അതല്ലേ നമ്മൾ വലിയ പൈസക്കല്ല അതിൻ്റെ ചെറിയ കഷ്ണങ്ങളെല്ലാം മാറിയിട്ട് നമ്മളെ ഫിഷ് ടാങ്കിലെല്ലാം കൊണ്ടുവെക്കുന്നത്. അതിൻ്റെ സുന്ദരമായ വീടാണ്. നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെയാണെന്നൊക്കെ നിർബന്ധം. മത്സ്യങ്ങൾക്ക് എന്തിനാ നമ്മളെ പോലത്തെ വീട്? അപ്പൊ അത് വിസ്താരം വെച്ച് ഏറിയ വയസ്സിലെടുക്കുകയാണെങ്കിൽ 10,000 യോജനയെല്ലാം വരും. ഓരോന്നിൻ്റെയും വീടിൻ്റെ ഏറിയ കണക്കൂട്ടി അങ്ങനെ പോവുകയാണെങ്കിൽ ഇഷ്ടംമാരിയുണ്ട്. അപ്പൊ ഈശ്വരനിൽ നിന്നും ആഗ്രഹ നിവൃത്തി മായാലീലകളാൽ, അതും മായയിൽ അകപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവിടെ ജീവിക്കുന്നത്. വിനോദിക്കുന്നു, ഗൃഹസ്ഥാശ്രമങ്ങളായി നിവസിക്കുന്നു. ഗ്രഹങ്ങളായിട്ട് കൂട്ടമായിട്ട് ഗൃഹസ്ഥാശ്രമ ധർമ്മം സ്വീകരിച്ചിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. അതിൻ്റെതായ വീടുകളുണ്ട്. ആ പൊറ്റിൻ്റെ അകത്തെല്ലാം അത് സുന്ദരമായിട്ട് താമസിച്ചുകൊണ്ട് എലികൾക്ക് തന്നെ നല്ല ഗ്രഹങ്ങളെല്ലാം ഇല്ലേ? മാളെന്നെല്ലാം പറഞ്ഞാൽ എന്ത് സുന്ദരമായ മാളായിരിക്കും അതിൻ്റെ അകത്തുള്ളത്. ഉറുമ്പുകൾക്കില്ലേ? അവരും ഭാര്യ ഭർത്താക്കന്മാരും ഫാമിലിയിലായിട്ട് തന്നെയാണ് താമസിക്കുന്നത്. നമ്മൾ മാത്രമൊന്നുമല്ല. ഇവിടെ കവിഭാവനയിൽ പറയുകയാണ് അങ്ങനെ സുന്ദരമായ ഒരു സ്ഥലം ഉണ്ട്. ഇവിടെ മായാവിയായ മയനെന്ന ശില്പിയാൽ നിർമ്മിക്കപ്പെട്ട പുരങ്ങൾ 9 പറയുകയാണ്. അവിടെ വിശിഷ്ടമായ പുരങ്ങളെല്ലാം ഉണ്ട്. മയനെന്ന ശില്പിയാൽ, അയാൾ മായാവിയാണ്. മയനെന്ന ശില്പിയാണ് ഈ ഭൂമിക്കടിയിലുള്ള സൃഷ്ടികളെല്ലാം നടത്തിയിരിക്കുന്നത്. നമ്മളത് വിശ്വകർമാവ് എന്നെല്ലാം കൊണ്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ മായയിൽ കൂടിയാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത്. മയനെന്ന ശില്പിയാൽ നിർമ്മിച്ച പുരങ്ങളുണ്ട്, സുന്ദരമായ കൊട്ടാരങ്ങളുണ്ട്. ഈ ജീവജാലങ്ങൾക്കെല്ലാം താമസിക്കാൻ ഭൂമിക്കടിയിലുമുണ്ട്. ചില മാളങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഇപ്പോൾ മനുഷ്യനും ഭൂമിക്കടിയിൽ തന്നെയാണ്. ഇപ്പം ഇറാനിൻ്റെയും ഇസ്രായേലിൻ്റെയും എല്ലാം അകത്ത് പോയി കഴിഞ്ഞാൽ ഇസ്രായേലിൽ പ്രത്യേകിച്ച് മനുഷ്യരെല്ലാം അങ്ങ് മാളത്തിലാണ് താമസിക്കുന്നത്, ഭൂമിക്കടിയിലാണ് താമസിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ. അപ്പം ഈ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഇന്ന് ഇസ്രായേലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളെല്ലാം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അടിയിൽ കെട്ടിടം വെച്ച് താമസിക്കുകയാണ്, ഭൂമിക്കടിയിൽ. പുറത്തില്ല, കാരണം തലയിൽ പോകും. അവിടെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഭൂമിക്കടിയിലും സുന്ദരമായ വന്യസൗധങ്ങളെല്ലാം കെട്ടിപ്പടുത്തിയിട്ടുണ്ട്. വിശിഷ്ട രത്നങ്ങളുണ്ട്. ഭൂമിക്കടിയിൽ നിന്ന് തന്നെയല്ല പിന്നെ രത്നങ്ങൾ കിട്ടുന്നത്. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എല്ലാം തന്നെയാണ് പിന്നെ രത്നങ്ങൾ ഭൂമിയുടെ മുകളിലാണ്. ഭൂമിയുടെ മുകളിലൊന്നുമല്ല, ഭൂമിക്കടിയിൽ രത്നങ്ങളുണ്ട്. വീത്ര ഭവനങ്ങൾ, മതിൽക്കെട്ടുകളെല്ലാം ഉണ്ട്. ഭൂമിയുടെ ആകത്തുള്ളത് നോക്കിയാൽ മതി. മനുഷ്യരും കൊണ്ട് മതിൽക്കെട്ടുകൾ തീർത്തിട്ടുണ്ട്. ഗോപുരങ്ങളുണ്ട്, മനുഷ്യരും തീർത്തിട്ടുണ്ട്. പിന്നെ മയനെന്ന മായാവി തീർത്തതും അവിടെയുണ്ട്. സഭാ മന്ദിരങ്ങളെല്ലാം ഉണ്ട്. അത് മനുഷ്യർ കാണുന്ന ഇപ്പം സഭയെല്ലാം കൂടുന്ന അവിടെയാണ്. ഉക്രൈൻ്റെ പ്രസിഡന്റെല്ലാം എവിടെയാണെന്ന് ചോദിച്ചാൽ ഏതോ ഭൂഗർഭ അറയിലാണ് അവരുടെ മീറ്റിംഗ്. അതേമാതിരി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെല്ലാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഭൂമിയുടെ അടിയിലുള്ള ഏതെല്ലോ സഭാ മന്ദിരങ്ങളിൽ വെച്ചാണ് യോഗം കൂടുന്നത്. അവിടെ അമ്പലവും കാണുമല്ലോ. പിന്നെ അമ്പലത്തിനൊന്നും ഗ്രാമമൊന്നും കാണും. എല്ലാം കൊണ്ട് അലങ്കൃതമാണ്. അപ്പം ഭൂമിക്കടിയിലും സുന്ദരം തന്നെയാണ്. പുറത്തേനെക്കാട്ടി സുന്ദരമാണെന്നാണ് പറയുന്നത്. ഉദ്യാനങ്ങളിൽ ലതകളാൽ അലങ്കൃതമായി, ആ വെള്ളത്തിൻ്റെ അടിയിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ലതകളാൽ അലങ്കൃതമായിട്ട് പൂക്കള്, കുലകള്, സുന്ദര ശാഖകൾ എന്നിവയോട് കൂടിയ വൃക്ഷങ്ങളാൽ ശോഭനമാണ്. അത് നെറ്റെടുത്ത് നോക്കിയാൽ മതി. നിർമ്മലമായ ജലം, പിന്നെ അവിടുത്തെ ജലം വളരെ നിർമ്മലമാണ്. ഇണപ്പക്ഷികളുണ്ട്. പക്ഷികളെ പോലെയുള്ള ജീവികളെല്ലാം വെള്ളത്തിൻ്റെ അടിയിലുണ്ട്. മത്സ്യങ്ങൾ തുള്ളിച്ചാടുന്നുണ്ട്. താമര, ആമ്പലെല്ലാം പിന്നെ എവിടെയാണുള്ളത്? ജലെല്ലാം തന്നെ. ചെന്താമര, ജലപക്ഷികൾ, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുന്ന ശബ്ദങ്ങളും എല്ലാം ഭൂമിക്കടിയിൽ നിന്നെല്ലാം വരുന്നുണ്ട്. ഇവയാൽ അതിശയിപ്പിക്കുന്നതാണ്. ഭൂമിയുടെ അടിയിലും സമുദ്രത്തിൻ്റെ അടിയിലുമെല്ലാം ഉള്ള ലോകം. 11 ഇവിടെ രാത്രി പകൽ എന്നിങ്ങനെയുള്ള തരംതിരിവിലുള്ള ഭീതി കാണപ്പെടുന്നില്ല. അവിടെ രാത്രിയും പകലുമായിട്ട് അങ്ങനെ ഭീതിയൊന്നുമില്ല. അവിടെ രാത്രിയും ഇല്ല, പകലും ഇല്ല, എപ്പോഴും ഒരേപോലെയാണ്. ഇതിനിടയ്ക്കൊരു സംവാദം നടന്നതാണ്. വെള്ളത്തിൻ്റെ അടിയിൽ ഇരുട്ടാണ് എന്നെല്ലാം പറഞ്ഞത്. വെള്ളത്തിൻ്റെ അടിയിൽ ഇരുട്ടാണെങ്കിൽ ആ ജീവജാലങ്ങൾക്ക് കാണുന്ന വെളിച്ചമെല്ലാം അവിടെയുണ്ട്. ഇരുട്ട് എന്ന് പറയുന്ന ആരാണ്? മനുഷ്യരാണല്ലോ ഇരുട്ട് തീരുമാനിക്കും. മനുഷ്യർക്ക് താമസിക്കേണ്ട സ്ഥലം മുകളിലാണ്. അപ്പം മനുഷ്യർക്ക് ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് നടക്കാൻ പറ്റില്ല. പക്ഷേ ഈ മത്സ്യങ്ങൾക്കൊന്നും ഇരുട്ടൊന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ എപ്പോൾ ഒരേപോലെ തന്നെയാണ്. അവിടെ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ഇരുട്ട് രാത്രിയുമില്ല, പകലുമില്ല. എന്നാൽ അവിടെയുള്ള മഹാനഗരങ്ങളുടെ ശിരസിലെ രത്നങ്ങളാൽ അന്ധകാരം അകറ്റപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവിടെയുള്ള നഗരങ്ങളിൽ രത്നങ്ങളുണ്ട്. ആ രത്നങ്ങളുടെ പ്രഭ കൊണ്ട് അവക്കെല്ലാം വസ്തുക്കളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതായത് ഈ മത്സ്യങ്ങൾക്കെല്ലാം ആ ഭൂമിക്കടിയിലുള്ള രത്നങ്ങൾക്ക് സമാനമായ വസ്തുക്കളെയെല്ലാം തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതിനുള്ള വെളിച്ചം അതിന് ഉണ്ട്. ഇനി 13 ഈ ലോകത്തിൽ ജീവിക്കുന്ന ദിവ്യ ഔഷധ രസങ്ങൾ, രസായനങ്ങൾ, അന്നങ്ങൾ എന്നിവയാൽ മനശല്യം, ശരീരപീഡ, ചുളിവ്, നര, ജര മുതലാവിയും ദേഹത്തിന് നീർക്കെട്ടും ദുർഗന്ധം, വിയർപ്പ്, ക്ഷീണം, ഉത്സാഹക്കുറവ് എന്നിവയും വയസ്സിൻ്റെ അവസ്ഥാഭേദവും തീരെ ഉണ്ടാകുന്നില്ല. ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് എന്തില്ല? ആ ജലത്തിൻ്റെ രസവും രസായനവും, അതിനെല്ലാം ആ ജലത്തെ രസമായിട്ടും രസായനങ്ങൾ, ഔഷധ ഗുണമുള്ള രസമായിട്ടും രസായനങ്ങളായിട്ടെല്ലാം ചിത്രീകരിച്ച് അന്നമെല്ലായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ ജലം. ഈ വെള്ളത്തിൻ്റെ അടിയിലുള്ള ആ ജലം രസായനമാണ്. രസായനത്തിലാണ് അവന്മാർ കിടക്കുന്നത്. അതുകൊണ്ട് എന്തില്ല, അവർക്ക് ശരീരത്തിന് മനശല്യമൊന്നുമില്ല. അതിന് നമ്മളെപ്പോലത്തെ മനശല്യമൊന്നും അതിനുള്ളില്ല. അതിനെന്ത് മനശല്യം ഉണ്ടാകാനാണ്? മനശല്യമെല്ലാം മനുഷ്യർക്കല്ല. ഇതിന് മനശല്യമില്ല. ശരീരപീഡിയൊന്നും കാര്യമായിട്ടൊന്നും അതിനൊന്നുമില്ല. ചുളിവില്ല. മത്സ്യം തന്നെ എത്ര പ്രായമായ മത്സ്യമായാലും അതിൻ്റെ അകത്ത് ചുളിവ് കാണും. വെള്ളത്തിലുള്ള ജീവജാലങ്ങൾക്ക് എങ്ങനെ? മനുഷ്യൻ്റെ അല്ലേ ഇങ്ങനെ ചുളിഞ്ഞു പോകുന്നത്. പ്രായമാകുമ്പോൾ എല്ലാം ചുളിഞ്ഞു വരും. പക്ഷേ പാമ്പിനി വെള്ളത്തിലുള്ള നീർക്കോലിനി എല്ലാം എടുത്ത് നോക്കിയേ, വെള്ളത്തിലുള്ള ജീവജാലങ്ങളെ, മത്സ്യങ്ങളെ ചുളിവ് വരുന്നുണ്ട്. ഇതേമാതിരി നര വരുന്നുണ്ട്. മുടി ഇങ്ങനെ നരക്കുന്നുണ്ട്. അവർക്ക് ഒന്നുമില്ല. പിന്നില്ല, ദേഹത്തിൽ നീർക്കെട്ടുണ്ടാവും. ഇങ്ങനെ നമുക്കെല്ലാണെങ്കിൽ നീര്, അവിടെ നീര്, ഇവിടെ വീക്കം, അതിനൊന്നും അങ്ങനത്തെ അസുഖങ്ങളൊന്നുമില്ല. ദുർഗന്ധം വരില്ല. ദുർഗന്ധം എന്നാൽ മത്സ്യത്തിൻ്റെ മണം മത്സ്യത്തിന് നല്ല തന്നെയാണ്. അത് ദുർഗന്ധമൊന്നുമല്ല. ദുർഗന്ധം തന്നെ ഈ വേർപ്പ് വന്നിട്ട് നാറ്റം ഉണ്ടല്ലോ, അത് മത്സ്യത്തിനുണ്ട്. വേർക്കുന്നുണ്ടോ മത്സ്യത്തിന്? വിയർപ്പ്, ക്ഷീണം, അങ്ങനത്തെ വേർപ്പ്, ക്ഷീണമൊന്നും മത്സ്യങ്ങൾക്കൊന്നും, ഉത്സാഹക്കുറവ് ഇവയൊന്നും, പിന്നെ വയസ്സ് കൂടുമ്പോഴുള്ള വ്യത്യാസങ്ങളൊന്നും തീരെ അവർക്കില്ല.
അപ്പം ഭൂമിക്ക് താഴെ ജീവിക്കുന്നവർക്ക്, ഭൂമിക്ക് താഴെ എന്ന് പറഞ്ഞാൽ ജലത്തിലും എല്ലാം അതിൽ പെടുന്നതാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ കരയും ജലവും കൂടിയതാണ്, അതിൻ്റെ അടിയിലുള്ളതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിന്റെ 14 പറയുന്ന അവർക്ക് ഭഗവാന്റെ സുദർശന ചക്രത്തിൽ നിന്നല്ലാതെ മരണം സംഭവിക്കുന്നില്ല. ഭഗവാന്റെ സുദർശന ചക്രമാണ് ആരെപ്പോഴും ജീവിക്കണം മരിക്കണം എന്നല്ല തീരുമാനിക്കണം. ആ സുദർശന ചക്രം മോശത്തിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ തട്ടിപ്പോ, അതായത് ജ്യോതിഷപരമായിട്ട് ഗ്രഹങ്ങൾ മോശത്തിൽ വരുമ്പോൾ മനുഷ്യൻ തട്ടിപ്പോ, അത് മത്സ്യങ്ങൾക്കും പാറമാണ്. ഈ അടിയിൽ ജീവികൾക്കും അതിൽ നിന്ന് രക്ഷയൊന്നുമില്ല. ആ സുദർശന ചക്രം തെറ്റുമ്പോഴും ഗ്രഹം മോശമാകുമ്പോൾ അതിൻ്റെ കാര്യം കഴിയല്ലാതെ പ്രായമാകുന്ന പ്രശ്നങ്ങളൊന്നും നമുക്കൊന്നും ഇല്ല. ആ ചക്രം പ്രവേശിച്ചാൽ, അങ്ങനെ ഒരു ചക്രം മരണത്തോടടുക്കുമ്പോൾ എന്ത് പറ്റിയാണ്? അസുര സ്ത്രീകളുടെ പുരുഷ ഭ്രൂണങ്ങൾ ഭീതിയാൽ തന്നെ ശ്രവിക്കുകയും പതിക്കുകയും ചെയ്യും. അങ്ങനെ മരണത്തോടടുക്കുകയാണെങ്കിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള പുരുഷ ഭ്രൂണങ്ങൾ ചേർന്നിട്ടുള്ള മുട്ടകൾ എന്താവും? പുറത്തേക്ക് തള്ളപ്പെടും. അത് നമ്മൾ ഗവേഷണം നോക്കിയിട്ട് നടക്കണം. മരിക്കാൻ പോകുമ്പോൾ ചിലവർ മലമൂത്ര വിസർജനം എല്ലാം നടത്തി, ചിലവർ ചാർട്ടിക്ക് ഇതെല്ലാം ചെയ്യല്ല. അതേപോലെ ഇതിനെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ വയറ്റിലുള്ള മുട്ടകളെല്ലാം വെളിയിൽ തള്ളപ്പെടും. ഭീതിയാൽ തള്ളപ്പെടുന്നു എന്ന് പറയുകയാണ്. ആ ഗ്രഹങ്ങൾ മരിക്കേണ്ട സമയമാണ്. എന്നിട്ട് അങ്ങനെയുള്ള 14 അതലത്തിൽ മയന്റെ പുത്രനായ ബലൻ എന്ന അസുരൻ നിവസിക്കുന്നു. മയന്റെ പുത്രനായ ബലൻ എന്ന അസുരൻ നിവസിക്കുകയാണ് ഈ സ്ഥലം. ഇതിൻ്റെ അധികാരം അവനാണ്. അവന് 96 മായാവിദ്യകളാൽ ഈ ലോകത്തിൽ അത്ഭുതകരമാം വിധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവനിലൂടെയാണ് ഈ ലോകത്തിൽ അത്ഭുതകരമാം വിധം ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് അവൻ്റെ 96 മായാവിദ്യകളാലാണ്. അതായത് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്ന ഏത് വസ്തുവിൽ നിന്നാണ്? നമ്മുടെ ഈ ഭൂമിയിൽ നിന്നാണ്. അപ്പോൾ ആദ്യം കാണുന്ന വസ്തുവിനെ കെമിസ്ട്രിയിൽ മിക്സ്ചർ എന്ന് പറയും. മിക്സ്ചറും കോമ്പോണൻറ്റും. ഇപ്പം നമ്മൾ ഭൂമി കൊഴിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന മണ്ണും വെള്ളവും ചളിയും ഇങ്ങനത്തെ വസ്തുക്കളെല്ലാം മിക്സ്ചർ ഗണത്തിലാണ് വരിക, മിശ്രിതത്തിലാണ് വരിക. അതിലെന്തെല്ലാം ഉണ്ടാവും? കല്ലുണ്ടാവും, മണ്ണുണ്ടാവും, ചളിയുണ്ടാവും, എല്ലാം ഉണ്ടാവും, വെള്ളം ഉണ്ടാവും. അപ്പം നമ്മുടെ ഭൂമിക്കടിയിലുള്ള വസ്തുവിൻ്റെ ആദ്യത്തെ ലോകം മിക്സ്ചറാണ്, മിശ്രിതങ്ങളാണ്. അതിൽ നിന്ന് നമ്മൾ ശുദ്ധീകരിച്ചിട്ട് ഓരോ കോമ്പോണൻറ്റും എടുക്കും. അപ്പോഴാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്, ശുദ്ധമായ മോളിക്യൂൾ ഉണ്ടാകും. മോളിക്യൂൾ എന്ന് പറയും. അപ്പം 15 പറയുകയാണ്, ഇവർ ചില ഇന്ദ്രജാലത്താൽ അത് പഠിച്ച് പ്രയോഗിച്ചു വരുന്നു. അവർ കോട്ടുവായിടുമ്പോൾ 3 തരം സ്ത്രീകൾ ഉത്ഭവിച്ചു: ശൈരണികൾ, കാമിനികൾ, കുംശലികൾ. ഇവർ അവിടെ വരുന്ന പുരുഷനെ ആടകം എന്ന രസം കൊണ്ട് ശക്തനാക്കി തങ്ങളുടെ ശൃംഗാര നോട്ടം കൊണ്ടും മന്ദഹാസം കൊണ്ടും ഇഷ്ടം പോലെ രമിപ്പിക്കുന്നു. അവർ അപ്പോൾ 10,000 ആനകളുടെ ശക്തിയുള്ളവനായി അഭിമാനിച്ച് ഞാൻ ഈശ്വരനാണ്, സിദ്ധനാണ് എന്നും മറ്റും പുലമ്പിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഇത്തരം മിശ്രിതങ്ങൾ കൂടിച്ചേർന്നിട്ട്. ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ? ഭൂമിയിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ് ഉണ്ടായത്. മിശ്രിതങ്ങൾ കൂടിച്ചേർന്നിട്ടാണ്. ആദ്യം കുറേ വസ്തുക്കളുണ്ടായി, കരവസ്തുക്കളുണ്ടായി, അതാണ് മിശ്രിതങ്ങൾ. ആ മിശ്രിതങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ടാണ് ഭൂമിയായി മാറി. ഭൂമിയായി മാറിയതിൻ്റെ അങ്ങനെ കുറേ ഗോളങ്ങളായി മാറി. ഗോളങ്ങളെല്ലായിട്ട് മാറിയതിൻ്റെ ശേഷം ഈ പ്രപഞ്ചമായിട്ട് മാറി.
ഇതെല്ലാം പരസ്പര ആകർഷണത്താലാണ് കൂടിച്ചേരുന്നത്. വസ്തുക്കൾ കൂടിച്ചേരുന്നത് ആകർഷണം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ സ്ത്രീ പുരുഷന്മാരെ ആകർഷണത്താൽ കൂടിച്ചേരുന്നത്. സ്ത്രീ പുരുഷനെ ആകർഷിച്ചിട്ട് കൂടിച്ചേർന്നിട്ട് പല വസ്തുക്കളായിട്ട് പ്രപഞ്ചം മുഴുവൻ അറിയുന്നു. അപ്പൊ ആദ്യം ലോകത്തിലെ പലതരം തന്മാത്രകളും വസ്തുക്കളും ഉണ്ടായി. പിന്നെ ഈ വസ്തുക്കള് പരസ്പരമുള്ള ആകർഷണം കൊണ്ട് കൂടിച്ചേർന്നിട്ട് വലിയൊരു ഗോളമായിട്ട്, പിന്നെയാണ് ആ ഗോളം പൊട്ടിയിട്ട് ഏഴായി മാറിയത്. ബിഗ് ബാങ് തിയറിയും ആ ഏഴിനെ പിന്നെയും പൊട്ടിച്ചിട്ട് 49 പ്രപഞ്ചമായി മാറിയത്. അപ്പോൾ ഇവര് ആണ് സൃഷ്ടിക്ക് പിന്നിലുള്ള ഈ ആദ്യമുണ്ടായ വസ്തുക്കളാണ് ദൈവത്തിന് സമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ അത്രയും ബലവാന്മാരാണ്. അവരാണ് പ്രപഞ്ചമായി മാറിയത്. അങ്ങനെ പ്രപഞ്ചമായി മാറിയതിൻ്റെ ഒരംശമാണ് ഭൂമിയിൽ നമ്മൾ കാണുന്ന ഈ മണ്ണുകളും ജലങ്ങളും എല്ലാം. ആ ജലത്തിലാണ് ജീവജാലങ്ങളെല്ലാം താമസിക്കുന്നത്. അപ്പോൾ അതാണ് പ്രപഞ്ചമായി മാറിയത്. അതായത് മിശ്രിതങ്ങളെ കൊണ്ട്, മിക്സ്ചറിനെ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ചന്ദ്രനിൽ പോയാലും പലതരം വസ്തുക്കൾ കൂടിച്ചേർന്നാണ്. എവിടെ ഏത് ഗ്രഹത്തിൽ നോക്കിയാലും ഇതേമാതിരി ഭൂമിയിലുള്ള വസ്തുക്കൾ പല റേഷ്യോയിൽ കൂടി ചേർന്നിട്ട് കട്ടറുണ്ടായതാണ് പ്രപഞ്ചത്തിലെവിടെ. അപ്പം അവരാണ് പരസ്പരം ആകർഷത്താലാണ് ഇവർ ഞാൻ ഈശ്വരനാണ്, സിദ്ധനാണ് എന്നും മറ്റും പുലമ്പിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് ഈ പ്രപഞ്ചമായിട്ട് മാറിയത്. സ്ഥായിയായ വസ്തുക്കൾ. അപ്പം മിക്സറാണ് ആദ്യം. അതിൽ നിന്ന് താഴോട്ടേക്ക് വരുമ്പോഴാണ് ശുദ്ധമായ വസ്തുക്കൾ. പഞ്ചസാര ശുദ്ധമാണ്, പക്ഷേ പഞ്ചസാരയും ഉപ്പും ശുദ്ധമാണ്. പക്ഷേ പഞ്ചസാരയും ഉപ്പെല്ലാം കൂടിയിട്ട് കഴിഞ്ഞാൽ അത് മിക്സറാണ്. ഇപ്പം മണ്ണ് മിക്സറാണ്, പലത് കൂടിയതാണ്. ശാസ്ത്രമുള്ളവർ മണ്ണെടുത്തിട്ട് അതിനെ ഗവേഷണം നടത്തി തരംതിരിച്ച് പിന്നെ പലതരം കോമ്പൗണ്ടുകളായിട്ട് അതിനെ വേർതിരിക്കും. ഉപ്പ് വേറെ, പഞ്ചസാര വേറെ, ഇങ്ങനെയും. അപ്പം അതാണ് രണ്ടാമത്തെ ലെവലിൽ. ഇപ്പം രണ്ടാമത്തെ ലെവലിലേക്ക് പോകുമ്പോഴാണ് തന്മാത്രകൾ, ആറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഒന്ന് മിക്സ്ചർ, അതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ തന്മാത്രകൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ. അപ്പോൾ അതെന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ അതലം കഴിഞ്ഞു. അതിന് താഴെ വിതലത്തിൽ പരമശിവൻ തൻ്റെ പാർശ്വതന്മാരായ ഭൂതഗണങ്ങളാൽ പരിവൃതനായി സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ അടിയിലാണ് പരമശിവൻ തൻ്റെ പാർശ്വതന്മാരായ ഭൂതഗണങ്ങളുമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. പാർശ്വതം. അപ്പം ഈ മിശ്രിതങ്ങളെ പൊളിച്ചാൽ നമ്മൾക്ക് കിട്ടുന്നതാണ് ആറ്റങ്ങൾ. ആറ്റത്തിലെത്തുമ്പോൾ അത് രുദ്രനാണ്, പരമശിവനാണ്. പരമശിവൻ്റെ ഭൂതഗണങ്ങളെല്ലാം ഉണ്ട്, അതിൻ്റെ അകത്ത് എനർജിയെല്ലാം ഉണ്ട്. 17 പറയുകയാണ്. ബ്രഹ്മസൃഷ്ടിയെ വളർത്തുവാൻ ശിവൻ പാർവതിയോടുകൂടി. അപ്പം ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ആറ്റങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ആറ്റങ്ങളിലെ നടുവിലുള്ള ന്യൂക്ലിയസിനെ ശിവനായി എടുത്തു കഴിഞ്ഞാൽ പാർവതിയോടുകൂടി, പാർവതിയാണ് ഇലക്ട്രോൺ. അപ്പം ആറ്റത്തില് ശിവൻ ന്യൂക്ലിയസിലുള്ള ശക്തിയും പാർവതി പുറത്തുള്ള ഇലക്ട്രിയും. ഇതിനു വേണ്ടി ബ്രഹ്മസൃഷ്ടിക്ക് വേണ്ടി, ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെ വളർത്തുവാൻ വേണ്ടി. ബ്രഹ്മാവ് പ്രപഞ്ചം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ആറ്റങ്ങളാണ് ഉണ്ടായത്. ഈ ആറ്റങ്ങൾ പലത് കൂടി ചേർന്നിട്ടാണ് വസ്തുക്കളായിട്ട് മാറിയത്. അതാണ് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന മിശ്രിതം. അപ്പം മിശ്രിതത്തിൽ നിന്ന് അകത്തോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ആറ്റങ്ങളിലെത്തും. അവിടെ ശിവൻ പാർവതിയോടുകൂടി സംഗമിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ സംഗമത്തിലൂടെ ഉത്ഭവിച്ചതാണ് ഹഠാക്കി എന്ന നദി. അവരുടെ സംഗമത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് നദി എന്ന് പറയുമ്പോൾ ഒരു ഓർബിറ്റിലൂടെയാണ്
അവരുടെ സംഗമം നടക്കുന്നു. ഈ നദിയിൽ ശിവവീര്യം വായുവിനാൽ ഉത്തേജിതനായി അഗ്നി ഓജസ്സിനാൽ കുടിച്ചു വറ്റിക്കുന്നു. അപ്പോൾ ഈ ഓർബിറ്റിൽ ശിവന്റെ പ്രേരക ശക്തിയുണ്ട്. ന്യൂക്ലിയസിൻ്റെ ചുറ്റുമുള്ള ഓർബിറ്റിലാണ് പാർവതി ഉള്ളത്. ആ പാർവതി അവിടെ നിൽക്കുന്നത് ശിവന്റെ ഓർബിറ്റിലാണ്, ശിവന്റെ എനർജി ഓർബിറ്റാണ്. അതുകൊണ്ടാണ് ശിവന്റെ ഓജസ്സിൽ വായു സഞ്ചാരമുണ്ട് എന്ന് പറഞ്ഞാൽ വായു അവിടെ ചലിപ്പിക്കുന്നുണ്ട്. ഇലക്ട്രോൺ അതിൻ്റെ ചുറ്റും ഓടിപ്പിക്കുകയാണ്. അതിലൂടെ അതിൻ്റെ ഓജസ്സിനെ വറ്റിച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ ഓർബിറ്റിൽ ഇലക്ട്രോൺ നിന്ന് കഴിഞ്ഞാൽ അത് ശാന്തമാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ശിവനും ഈ ഓർബിറ്റിൽ പാർവതി എത്തുമ്പോൾ അവൾ ശാന്തമാണ്. ആ ഓർബിറ്റിൽ നിന്ന് വെളിയിലേക്ക് കടക്കുമ്പോഴാണ് അവൾ ശക്തിമത്തായ വൈദ്യുതിയായിട്ട് മാറിയിട്ട് നമുക്ക് ഷോക്ക് അടിപ്പിക്കുന്നത്. അല്ലാതെ അതിൻ്റെ ഓർബിറ്റിൽ നിൽക്കുകയാണ് അവൾ ശാന്തമാണ്. ആ ഓർബിറ്റിൽ കറങ്ങുമ്പോൾ അതിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പുറത്തേക്ക് കിടക്കുമ്പോഴാണ് കുഴപ്പങ്ങളെല്ലാം തുടങ്ങുന്നത്. അതിൽ വഴിക്കപ്പെടുന്ന ഹടാക, ആ ഹടാക എന്ന ഓർബിറ്റൽ എനർജി എന്ന സ്വര ആ ഓർബിറ്റിൽ കിടക്കുന്ന ഹടാകം എന്ന ഓർബിറ്റിനാൽ ഉണ്ടാകുന്ന ആ വസ്തുവിനെ അസുര രാജാക്കന്മാരും അന്തപുര സ്ത്രീകളുമെല്ലാം അലങ്കാരമായി അണിയുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആ ആറ്റങ്ങളെയാണ് അസുര സ്ത്രീകൾ, കീട മുഴുവൻ അസുരന്മാരാണെന്ന് പറഞ്ഞതുകൊണ്ട് അസുര രാജാക്കന്മാർ പാതാളത്തിൽ അസുരന്മാരാണ്. അസുര രാജാക്കന്മാരും സ്ത്രീകളും എന്ത് ചെയ്യുന്നു? അലങ്കാരമായിട്ട് അണിയുന്നു. അപ്പം ആറ്റങ്ങളാണ് അലങ്കാരമായ സ്വർണവും വെള്ളിയെല്ലായിട്ട് മാറിയിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്ന സ്വർണവും വെള്ളിയെല്ലാം അവിടുത്തെ അസുര സ്ത്രീകൾ ആഭരണമായി അണിഞ്ഞവയാണ്. അതാണ് നമ്മൾ മാന്തിയെടുക്കുന്നത്. ആ രണ്ടാമത്തെ ലെവൽ, ആറ്റത്തിൻ്റെ ലെവൽ. ആറ്റങ്ങളെപ്പോഴും എയുന്നേ ഉള്ളൂ, ഏതാ കൂടിച്ചേർന്ന മാതിരി ഒന്നും എഴുതുക. ഗോൾഡ് എയു, സിൽവർ AG. അപ്പോൾ ആറ്റ രൂപത്തിലാണ് കൊടുക്കുന്നത്. അത് അവിടെയുള്ള അസുരന്മാർ ആഭരണമായി അണിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾക്ക് വേണ്ട സ്വർണവും വെള്ളിയും എല്ലാം അവിടെ കിടക്കുകയാണ് ഭൂമിക്കടിയിൽ. അതാണ് നമ്മൾ മാന്തി എടുക്കുന്നത്. അതാണ് വിതലം. അതിന് താഴെ പോകുമ്പോൾ ഇനി ആറ്റത്തിൽ നിന്ന് അകത്തേക്ക് കടക്കുമ്പോൾ കെമിസ്ട്രിയിലൂടെ നമ്മൾ പോവുകയാണ്. മിക്സർ കണ്ടു, കോമ്പോണന്റ് കണ്ടു, പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് ആറ്റത്തിലേക്ക് കടന്നു. ഇനി ആറ്റത്തിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ സുതലത്തിൽ മഹാബലി വാമനനായ മഹാവിഷ്ണുവിനാൽ പിടിച്ചടക്കപ്പെട്ടവനായി ഭവിച്ചെങ്കിലും വാമനനായിട്ട് വന്നിട്ട് മഹാബലിനെ തവിട്ടി താഴ്ത്തല്ലോ. അവിടെ ഈ സുതലത്തിലാണുള്ളത്. അവിടുത്തെ അനുകമ്പയാൽ സുതലത്തിൽ പ്രവേശിച്ച് ഇന്ദ്രാദികൾക്ക് പോലും ഇല്ലാത്ത സമുദ്രമായ അസുര ഐശ്വര്യത്തെ പ്രാപിച്ചു. അതിൻ്റെ അകത്താണ് എല്ലാ ഐശ്വര്യമുള്ളത്. ആറ്റത്തിൻ്റെ അകത്താണ് ഐശ്വര്യമുള്ള ന്യൂക്ലിയസ് ഉള്ളത്. എൻ്റെ 19 പറയുകയാണ്, വാമനമൂർത്തിക്ക് ഭൂമിക്കാനം ചെയ്തതിൻ്റെ ഫലം ആയിട്ടല്ല അങ്ങനെ ഗുഹയിൽ പിടിച്ചിട്ടത്. ഇതൊരു ഗുഹയിലാണല്ലോ ഉള്ളത്. ആറ്റം എന്ന് പറയുന്നത് ഒരു ഗുഹയാണ്. കിണറുമാരിയാണെന്നെല്ലാം പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വേറൊരു തരത്തിൽ പറയുകയാണ്. ആ ഗുഹയിലാണ് വാമനനെ മഹാബലിയെ പിടിച്ചു വെച്ചിരിക്കുന്നത്. മഹാബലവാനാണ്. ആ ന്യൂക്ലിയസിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ എന്തിനാണ് ഗുഹയെ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭൂമി ദാനം ചെയ്തതിൻ്റെ ഫലമായിട്ട് കിട്ടിയതൊന്നുമല്ല. ഭൂമി ദാനം ചെയ്തതിന്
സന്തോഷിച്ചിട്ട് ഇങ്ങനെ ഗുഹയിലല്ലല്ലോ പിടിച്ചിടേണ്ടത്, ഗുഹയിലല്ല പിടിച്ചിട്ടിരിക്കുന്നത്. പിന്നെയോ കാരണം വാസുദേവന് ഇങ്ങനെ നല്ല ഉദാരമതിയായിട്ട് ഭക്തിയോടുകൂടി നൽകപ്പെട്ട ദാനമാണ് ഭൂമിദാനമായിട്ട് നൽകിയത്. ചോദിച്ചാൽ നീ അളന്നോ 3 അടി ലോകം അളന്നോ എന്ന് പറഞ്ഞത്. അതിൻ്റെ ഫലം ഗുഹാവാസമല്ല. അതുകൊണ്ട് ഇത്രയും ഭക്തിയോടുകൂടി ഇത്രയും ആദരവോടുകൂടി എല്ലാം കൊടുത്തിട്ട് അങ്ങേക്ക് നിനക്ക് നല്ല സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ട് ഗുഹയിൽ കൊണ്ടിടുകയല്ല ചെയ്തത്. അതൊരു ഗുഹയായിട്ട് കാണരുത് എന്നാണ് പറയുന്നത്. കാരണം അത് ഏറ്റവും സുന്ദരമായ ലോകമാണെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇനി 20-21. കാരണം അവിടെ വിഷ്ണുവിൻ്റെ കല തമോ ഗുണപ്രദമായ അനന്തനെന്ന ആദി വിശിഷ്ട കലനാമത്തോടെ ഗുണപ്രദമായ അനന്തനെന്ന ആഭിധാത്തത്തോടെ സ്ഥിതി ചെയ്യുന്നു. അവിടെയാണ് അനന്തൻ, വിഷ്ണുവിൻ്റെ അനന്തനെന്ന നാഗം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആറ്റത്തിൻ്റെ നടുവിലാണ്. ആ ആറ്റത്തിൽ നിന്നാണ് അനന്തൻ എന്ന സർപ്പവിശേഷം സ്ഥിതി ചെയ്യുന്നത്. ആറ്റം ഇലക്ട്രോണുണ്ട്, പ്രോട്ടോണുണ്ട്, ന്യൂട്രോണുണ്ട്. പോരാതെ അതിൻ്റെ അകത്ത് അനന്തകോടി ഊർജം വഹിക്കുന്ന എനർജികളുണ്ട്. ആ എനർജികളാണ് ന്യൂക്ലിയർ ബോംബ് പൊട്ടുമ്പോൾ ലോകത്തെ മുഴുവൻ ചുട്ടരിക്കുന്നത്. ആറ്റത്തെ പൊട്ടിച്ചിട്ടാണ് ന്യൂക്ലിയർ ബോംബ്. അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുന്ന ശക്തിവിശേഷം ലോകത്തെ, ഇന്ദ്രലോകത്തെ പോലും നശിപ്പിക്കാൻ കഴിവുള്ളവനാണ്. അപ്പോൾ അതൊരു ഊർജ സ്രോതസ്സാണ്. അതുകൊണ്ടാണ് അനന്തമായ തലയുള്ള അനന്തൻ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ അഹം എന്ന അഭിമാനത്തിന് ആസ്പദമായി അഹം, അവിടെയാണ് അഭിമാനം. ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം അവിടെയാണ്. അഹം എന്ന് പറയുമ്പോൾ അവിടെ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചത്. ദ്രഷ്ടാവും ദൃശ്യവും എല്ലാം ഏകീകരിച്ച് നിൽക്കുന്ന സ്ഥലമാണത്. ദൃഷ്ടാവും ദൃശ്യവും എല്ലാം ഏകീകരിച്ച് ആ ഒരു ബിന്ദുവിൽ, ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് പൊട്ടിവരുന്ന ഊർജം അതെല്ലാം ഏകീകരിച്ചിട്ട് അതിൽ വലിയൊരു ശക്തിവിശേഷം ഏകീകരിച്ചിട്ടുണ്ട്. എന്നിട്ടുണ്ടായിരിക്കുന്ന ആ സ്ഥലത്തിനാണ് സംകർഷണൻ എന്ന വൈഷ്ണവ തന്ത്രനിഷ്ഠൻ വൈഷ്ണവ തന്ത്രനിഷ്ഠ പറയുന്നു. അതിനാണ് സംകർഷൻ എന്ന് പറയുന്നത്. ഇപ്പം ന്യൂക്ലിയസിൻ്റെ അകത്ത് സംകർഷൻ എന്നൊരു സ്ഥാനമുണ്ട്. അതാണ് സംഘർഷം. അവിടെയാണ് ആരുള്ളത്? ഈ മഹാബലിയുള്ളത്. കാരണം അവിടെ അനന്തമായ ഊർജസിൻ്റെ സ്രോതസ്സാണ് ആറ്റത്തിൻ്റെ സെൻറ്റർ. നമുക്ക് പോലെ അതിൻ്റെ അകത്ത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും ഊർജ സ്രോതസ് അതിൻ്റെ അകത്തുണ്ട്. അത് കേന്ദ്രീകരിച്ച് കിടക്കുകയാണ്. ദൃശ്യവും അദൃശ്യവുമായ എല്ലാം ഏകീകരിച്ചിട്ട് സംഘർഷൻ എന്ന ഒരു രൂപത്തിലാണ് അതിൻ്റെ കിടപ്പ്. അവിടെയാണ് മഹാബലി ഉള്ളത്, ബലവാനായ മഹാബലി. അതിൻ്റെ കോടിക്കണക്കിന് അനന്തമായ സർപ്പത്തിൻ്റെ തലകളുണ്ട് എന്നാണ്. അവിടെ ഊർജം എല്ലായിടവും പ്രവഹിക്കുന്നുണ്ട്, പ്രവഹിക്കാനുള്ള കെൽപ്പുണ്ട്. എന്നിട്ട് എന്ത് പറയുന്നു? 1000 ശിരസ്സുള്ള, അതിൻ്റെ വർണ്ണന പറയുകയാണ്. ഒന്ന് വേറെ തന്നെ 1000 ശിരസ്സുള്ള ആ അനന്തമൂർത്തിയിൽ, അതിന് 1000കണക്കിന് ശിരസ്സുള്ള അനന്തമൂർത്തിയിൽ നേരത്തെ തന്നെ പറഞ്ഞു വരികയാണ്, ഒരേ ഒരു ശിരസിലാണ് ഭൂഗോളത്തെ ധരിച്ചിരിക്കുന്നത്. അതിൽ നിന്നും ഉത്ഭവിക്കുന്ന ഊർജ സ്രോതസ് ലോകം മുഴുവൻ വ്യാപിച്ചിട്ട് അതിലുള്ള ഒരു ശിരസില് ഒരു കടുകുമണി പോലെയുള്ള ഭൂമി. നമ്മുടെ ഈ പ്രപഞ്ചം
അതുകൊണ്ട് അവിടെയാണ് ആർക്ക് കൊടുത്തിരിക്കുന്ന മഹാബലിക്ക്. അല്ലാതെ ഒരു ഭൂമി ദാനം ചെയ്തുകൊണ്ട് കിടക്കട്ടെ, ഗുഹയെ പോയി ഇടട്ടെ എന്ന് പറഞ്ഞ് ഇടുകയല്ല ചെയ്തത്. അവിടെയാണ് ആ മഹാബലിയായ കേന്ദ്രത്തിലാണ്, ന്യൂക്ലിയസിൻ്റെ ആ കേന്ദ്രത്തിലാണ് ഊർജസ്സിൻ്റെ സ്രോതസ്സുകൾ ലോകത്തെ മുഴുവൻ വ്യാപിച്ച് നശിപ്പിക്കാൻ കഴിവുള്ള ഊർജത്തിൻ്റെ സ്രോതസ്സുള്ളത്. അതിൻ്റെ ഒരു അംശത്തിൽ നിന്നാണ്, ഒരു കടുകുമണി, അതിനെ അനന്തസർപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു കടുകുമണിയിൽ നിന്നാണ് ഉള്ള പോലെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഊർജ സ്രോതസ്സിൽ ഒരു കടുകുമണിയാണ് ഈ പ്രപഞ്ചം, ഈ മുകളിലുള്ള 7 ലോകങ്ങൾ. അപ്പം അവിടെയാണ് വിഷ്ണു അല്ലേ മറ്റേ ഇന്ദ്രനും മറ്റേതും എല്ലാം പറയുന്നത്. അപ്പം അവരുടെ സ്ഥാനം എന്താണ്? നിസ്സാരം. ഏറ്റവും സുന്ദരമായ സ്ഥാനം എവിടെയാണ്? ഈ പ്രപഞ്ചത്തിൻ്റെ നിലപ്പ് ഈ ആറ്റത്തിലാണ് കിടക്കുന്നത്. ഇതിൽ 2 പറയുന്നു, കാലത്തെ സംഹരിക്കുന്ന സമയത്ത്, പ്രപഞ്ചത്തെ മുഴുവൻ സംഹരിക്കേണ്ട സമയമാകുമ്പോൾ ആ ദേവന്റെ കോപത്താൽ തന്നെ ആ സംഘർഷണത്തിൽ നിന്നും അതിൻ്റെ നടുവിൽ നിന്നും 11 മൂർത്തിരൂപം പൂണ്ട രുദ്രൻ 11 രുദ്രന്മാരുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ട്, ആറ്റങ്ങൾ 11 തരത്തിലാണുള്ളത്. ഈ പ്രപഞ്ചത്തിലുള്ള ആറ്റങ്ങളെല്ലാം 15 തരത്തിലാണെന്ന് നേരത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ട. എന്താണ് ഈ 11 രൂപം എന്നല്ല, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. രുദ്രൻ 11 ആറ്റങ്ങൾ 11. അത് പീരിയോഡിക് ടേബിളിൽ 8 ഉണ്ട്. 8 പിന്നെ ഓർബിറ്റ് ഒറ്റ ഇലക്ട്രോൺ ഉള്ളത്, 2 ഇലക്ട്രോൺ ഉള്ളത്, പിന്നെ ഒറ്റ ഓർബിറ്റിൽ 2 എണ്ണം വെച്ച്, പിന്നെ രണ്ടാമത്തെ ഓർബിറ്റ് വരുമ്പോൾ എല്ലാത്തിലും 8 വരെയാകാം. 8 2 10. പിന്നെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോയാൽ ഒരു അയോണായിട്ട് എടുക്കാം, അങ്ങനെ പാരനായിട്ട് എടുക്കാം എന്നെല്ലാം പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അല്ല, കെമിസ്ട്രിയിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെ 11 മൂർത്തിരൂപമുള്ള ഈ രുദ്രൻ എന്ന ആറ്റത്തിൻ്റെ ശ്രദ്ധത്തിൽ 3 തൃക്കണ്ണുകളോടെ. രുദ്രൻ എന്തുകൊണ്ടാണ് ആറ്റത്തിന് എന്താണ് 3 തൃക്കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറ്റത്തിലെ എനർജി, ആറ്റത്തിൽ നിന്നും കിട്ടുന്ന എനർജി 3 തരത്തിലാണ്. ഒന്ന് ഇലക്ട്രോണിൻ്റെ എനർജി, അതാണ് വൈദ്യുതിയായിട്ടും അഗ്നിയായിട്ടെല്ലാം പുറത്തേക്ക് വരുന്നത്, വെളിച്ചമായിട്ട്. പിന്നെ ഓർബിറ്റൽ എനർജി, ഏത് ഓർബിറ്റിൽ നിന്നാണോ ഇലക്ട്രോൺ വരുന്നത് അതിനനുസരിച്ച് ഓർബിറ്റൽ എനർജി ഉണ്ട്. ഇതാണ് സാധാരണ നമ്മൾ പ്രപഞ്ചത്തിൽ ഡേ ടു ഡേ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളതാണ് തൃക്കണ്ണ്, മൂന്നാമത്തെ ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജി പൊട്ടിക്കഴിഞ്ഞാൽ ലോകം തന്നെ നശിച്ചു പോകും. അങ്ങനെ 3 കണ്ണുള്ള 3 തലയുള്ള ശൂലമേന്തി, അതാണ് ശൂലത്തിന് 3 കമ്പ് വെച്ചിരിക്കുന്നത്. പടത്തിൽ ശൂലത്തിന് 3 കാണിക്കാൻ. ഒന്ന് ഇലക്ട്രോണിൻ്റെ എനർജി, മറ്റേത് ഓർബിറ്റൽ എനർജി, മറ്റേത് ന്യൂക്ലിയർ എനർജി. ആറ്റത്തിൻ്റെ 3 ആക്രമിക്കുന്ന ഊർജങ്ങളാണ്. 3 ശൂലമായിട്ട് പൊട്ടിപ്പുറപ്പെടും. അപ്പം പ്രളയ സമയത്ത് ആറ്റത്തിൻ്റെ അകത്തുനിന്ന് ഈ ലോകത്തിലുള്ള 11 തരം ആറ്റങ്ങളിൽ നിന്നും ഊർജം പൊട്ടിയിട്ട് പുറത്തേക്ക് വരും. അത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും വിഴുങ്ങും. പ്രളയ സമയത്ത്, മഹാപ്രളയ സമയത്ത് ഈ ആറ്റത്തിലുള്ള ഊർജം ഈ 3 രൂപത്തിലും പുറത്തേക്ക് ചാടും. എന്നിട്ട് ആ ഊർജം, നമ്മളിപ്പോൾ അണുബോംബ് പൊട്ടിച്ചാൽ ആ ദേശം മുഴുവൻ കഴിയുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസ് പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് ചിന്തിച്ചു വരും. 11 തരം ന്യൂക്ലിയസ് ആണ് ഉള്ളത്. അത് പൊട്ടിച്ചാൽ പ്രപഞ്ചം മുഴുവൻ കത്തി എരിഞ്ഞ് ഇല്ലാതാകും. അങ്ങനെയുള്ള സ്ഥാനത്താണ് പർവ്വത ഗുഹയിൽ തള്ളപ്പെട്ടവനെ പോലെ മഹാബലി ഇരിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥാനത്താണ് മഹാബലി ഇരിക്കുന്നത്, മഹാബലവാനായിട്ട്. ലോകത്തെ മുഴുവൻ പ്രളയ സമയത്ത് കത്ത് നശിപ്പിക്കേണ്ട സ്ഥാനത്തേക്കാണ്
മഹാബലിയെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്ദ്രനല്ല അവൻ്റെ ഇടക്ക് നിസ്സാരം. എന്നിട്ടോ 24 പറയുന്നു, ഈ ഇന്ദ്രനാകട്ടെ ജ്ഞാനിയാണെങ്കിലും, ഇന്ദ്രൻ എന്ന് പറയുന്നതെല്ലാം ജ്ഞാനിയാണെങ്കിലും പുരുഷാർത്ഥങ്ങളിൽ പരിജ്ഞാനമില്ല. തീരെ പുരുഷാർത്ഥങ്ങളിൽ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഈ കാര്യങ്ങളിലൊന്നും വലിയ അറിവൊന്നും ഇല്ലാത്തവനാണ് ഇന്ദ്രൻ. ഇന്ദ്രനെല്ലാം നിസ്സാരനാണെന്ന് പറയാണ്. ഈ മഹാബലിക്കാണെങ്കിൽ എല്ലാ ധർമ്മങ്ങളെ പറ്റി അറിയുന്ന വ്യക്തിയാണ് ന്യൂക്ലിയസിലിരിക്കുന്നത്. ഇന്ദ്രനാൽ വരിക്കപ്പെട്ട ബൃഹസ്പതിയും പുരുഷാർത്ഥങ്ങളിൽ ബോധവാനല്ല. ബൃഹസ്പതി, ഇന്ദ്രനെ ഉപദേശിക്കുന്ന ആ ബൃഹസ്പതി എന്താണ്? ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ വേദങ്ങളുള്ള എല്ലാം പണ്ഡിതനാണെങ്കിൽ അദ്ദേഹത്തിനും ഈ പുരുഷാർത്ഥങ്ങളെ പറ്റിയൊന്നും വലിയ ബോധമൊന്നും ഇല്ല എന്ന് പറയുകയാണ്. കാരണം വാമനമൂർത്തിയെ മുൻനിർത്തി, എന്തുകൊണ്ടെന്നാൽ വാമനമൂർത്തിയെ മുൻനിർത്തി, വിഷ്ണുവിനെ മുൻനിർത്തി സ്വതവേ സർവപുരുഷാർത്ഥങ്ങളുടെയും അധിപനായ നിന്തിരുവഴിയെ വരിക്കാതെ വിട്ടുകളഞ്ഞു. ഈ വാമനനായിട്ട് മഹാബലിയെ പറഞ്ഞയച്ചു, വിഷ്ണുവിനെ പറഞ്ഞയച്ചു. യഥാർത്ഥത്തില് എല്ലാ പുരുഷാർത്ഥങ്ങളുടെയും ലോകത്തിലുള്ള എല്ലാ അധിപനായവനാണ് വിഷ്ണു. ആ വിഷ്ണുവിനെ ആരടുത്താണ് പറഞ്ഞെടുത്തു വിട്ടത്? തുച്ഛനായ ഒരു മഹാബലിയുടെ അടുത്ത്. എന്നിട്ടോ പകരം ഭഗവാനെ കൊണ്ട് തന്നെ തൻ്റെതായ തുച്ഛമായ ഐശ്വര്യം യാചിക്കുകയാണ് ചെയ്തത്. ഭഗവാന്റെ തന്നെയാണ്, വിഷ്ണുവിൻ്റെ തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ, ഈ ഭൂമി മുഴുവൻ. അതുപോലും മനസ്സിലാക്കാതെ ഭഗവാനോട് പറഞ്ഞു വിട്ടിട്ടാണ് തുച്ഛനായ ഈ മഹാബലിയോട് ചോദിക്കുന്നത്, എനിക്ക് കുറച്ച് സ്ഥലം തരുമെന്ന്. ഇങ്ങേരെ തന്നെ സ്ഥലമാണ്. ഈ ബ്രഹ്മാർക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കില്ലായിരുന്നു. കാരണം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഭൂമിയും അങ്ങനത്തെ തന്നെയാണ്. ഇനി 3 അടി കൊണ്ട് അളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 3 അടി കൊണ്ട് അളക്കുന്നത് ഈ അനന്തമെന്ന സർപ്പത്തിന്റെ തലയിലുള്ള ഒരു കടുകുമണി പോലെയുള്ള സ്ഥലമാണ് ഈ ഭൂമി. അതിലാണ് ചോദിച്ചിട്ട്, കുറച്ച് സ്ഥലം ചോദിച്ചിട്ട് മഹാബലിനെ പാതാളത്തിലേക്ക് താക്കാൻ വേണ്ടിയിട്ട് കുത്തിത്തിരിപ്പ് ചെയ്തത്. ഈ വിഷ്ണുവിൻ്റെ സ്ഥലം തന്നെ ഇപ്പൊ എൻ്റെ സ്ഥലത്തിന് വേണ്ടി എന്നെ പറഞ്ഞു വിട്ടിട്ട്, എൻ്റെ സ്ഥലമാണെന്ന് വെച്ചോ, എൻ്റെ സ്ഥലം, ഈ പറമ്പ് എൻ്റെ സ്ഥലമാണ്. അവിടെ ഒരുത്തൻ ഇരിക്കുന്നുണ്ട് ആ പറമ്പത്ത്. അപ്പോൾ ഒരുത്തൻ വന്നിട്ട് എന്നോട് പറഞ്ഞ, സാറ് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഒരു 3 സെൻറ്റ് കുറച്ച് സ്ഥലം തരാൻ ചോദിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത് ഈ ചോദിക്കുന്നതിന് വിവരം വല്ലതും ഉണ്ടോ? അതല്ലേ മഹാബലി പറഞ്ഞ എല്ലാം എടുത്തോന്നു. കാരണം അങ്ങേക്ക് വേണ്ടത് അങ്ങേർക്ക് എടുത്തോ. ഈ തലമാണ്, ഈ തലയെ അങ്ങേരെ തന്നെയാണ് എടുത്തോന്ന്. അപ്പം ഇദ്ദേഹത്തിനുള്ള വിവരത്തിൻ്റെ ലെവലേശ പാർക്കില്ല. ഇന്ദ്രനും ഇല്ല, ബൃഹസ്പതിക്കും ഒരു ചുക്കിനും ഇല്ല. കാരണം ഇങ്ങേറെ സ്ഥലമാണ്. ആ സ്ഥലം എന്നിട്ട് നിസ്സാരമായ മഹാബലിയോട് പോയി കുറച്ച് എനിക്ക് ഭൂമി വേണമെന്ന് ചോദിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് പറഞ്ഞു വിട്ടത് മണ്ടത്തരമാണ്. യാചിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സ്ഥലം തന്നെ മഹാബലിൻ്റെ അടുത്ത് പോയിട്ട് യാചിപ്പിക്കുകയാണ് ചെയ്തത്. 25 തൻ്റെ പിതാവായ ഹിരണ്യകശിപു വൃദ്ധനായപ്പോൾ എൻ്റെ പിതാമഹനായ പ്രഹ്ലാദനിൽ നിന്തിരുവടിയുടെ നിരന്തരമായ ഭാവ്യവൃത്തി അപ്പോൾ ഹിരണ്യകശിപു മരിച്ചപ്പോൾ എൻ്റെ പ്രിയ പിതാമഹനായ പ്രഹ്ലാദൻ, ഇങ്ങേര് ആരുടെ? മഹാബലിയുടെ. പ്രഹ്ലാദൻ ദാസവൃത്തിയാണ് സ്വീകരിച്ചത്. പ്രഹ്ലാദൻ ആരുടെ ദാസനായിട്ടാണ് നിന്നത്? വിഷ്ണുവിൻ്റെ ദാസനായിട്ടാണ് നിന്നത്. കാരണം അദ്ദേഹം നൽകിയ പ്രഭാവത്തെയൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല. അദ്ദേഹം എല്ലാ ഐശ്വര്യങ്ങളും നൽകിയിട്ടുണ്ട്. അത് ഈ പ്രഹ്ലാദൻ. പക്ഷെ അതൊന്നും, കാരണം ആ ഐശ്വര്യം ഇതിൽ നിന്നും വേർപെട്ടതായിട്ടൊന്നും അദ്ദേഹം കണ്ടില്ല. ഐശ്വര്യത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ കളയണം.
വിഷ്ണു വേറെ ഐശ്വര്യം വരും. വിഷ്ണുവിനെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഐശ്വര്യത്തെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം എന്താ? വിഷ്ണു തന്നെയാണ് ഈ ലോകം മുഴുവൻ. പിന്നെ വിഷ്ണുവിനെ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിനെ ഒന്ന് സ്വീകരിക്കുന്നതിൽ അർത്ഥമില്ല. എന്നിട്ട് ഇവിടെ പറയുകയാണ്, അത്തരം പ്രഹ്ലാദനെ പോലെയുള്ളവരെ, രാഗാദി മാലിന്യം നശിച്ചിട്ടില്ലാത്ത നമ്മളെപ്പോലെയുള്ളവര്, ഭഗവാന്റെ അനുഗ്രഹം പോരാ എന്ന് കരുതുന്ന നമ്മളെ പോലെയുള്ള ഏതൊരാളാണ് ആ മഹാന്റെ മാർഗത്തെ പിന്തുടരാതിരിക്കുക? യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ആ പ്രഹ്ലാദന്റെ മാർഗത്തെയാണ് സ്വീകരിക്കേണ്ടത്. പ്രഹ്ലാദനെ അറിയാം ഈ പ്രപഞ്ചം മുഴുവൻ ആ വിഷ്ണുവിൻ്റെയാണ്. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എന്നിട്ട് 27 പറയുന്നു, മഹാബലിയുടെ കാര്യങ്ങളെല്ലാം മഹത്വത്തെ പറ്റിയെല്ലാം പിന്നീട് പറയാം, ആ കഥയെല്ലാം വേറെ സമയത്ത് പറയാമെന്ന് പറഞ്ഞു. ഇവിടെ അതൊന്നും അല്ലല്ലോ. പാതാള ലോകത്തിലെത്തിയപ്പോഴും മഹാബലിയാണ് ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നിട്ട് എന്ത് പറയാണ്? അപ്പം മഹാബലിയുടെ കഥ പിന്നീട് പറയാമെന്ന് പറഞ്ഞു. മഹാബലിയുടെ ചരിത്രം പിന്നീട് പറഞ്ഞു. എന്നിട്ട് ശ്രീനാരായണൻ, ഈ നാരായണൻ തന്നെ ഭക്താനുകമ്പയാർന്നവനായിട്ട് ഈ മഹാബലിയുടെ ഭക്തിയിൽ അനുകമ്പയിൽ തോന്നിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ ആകൃഷ്ടനായി അനുകമ്പയോടുകൂടി എന്ത് ചെയ്യുകയാണ്? ആ ഗോപുരത്തിൻ്റെ പടിക്കൽ ഗദയുമായി കാവൽ നിൽക്കുകയാണ്. ആ വിഷ്ണുവാണ്, നാരായണനാണ്. ഈ നടുവിൽ ഈ സ്ഥലമാണ് ആര് ഇരിക്കുന്നത്? മഹാബലി. എന്നിട്ട് അദ്ദേഹത്തിന് കാവലിരിക്കുകയാണ് ആര്? വിഷ്ണു. എന്നിട്ട് പിന്നെ പറയാണ്, 10 കടുത്തുള്ള രാവണൻ ദിഗ്വിജയത്തെ തുടർന്ന് അവിടെ ചെന്നപ്പോൾ നിന്തരുവടിയുടെ കാലിലെ പിരവിരൽ കൊണ്ട് 10,000 യോജന അകലെ എടുത്തെറിയപ്പെട്ടു. പിന്നെ ആ 10 കടുത്തുള്ള രാവണനെ പണ്ട് എല്ലാ ലോകവും പിടിച്ചിട്ട് അവിടെയും പിടിക്കാൻ വേണ്ടി ചെന്നിരുന്നു. അപ്പോൾ വിഷ്ണു എന്ത് ചെയ്ത്, അങ്ങോട്ട് കയറണ്ട, മഹാബലിൻ്റെ അടുത്തേക്ക് കയറണ്ട എന്ന നിലയിൽ അവിടെ നിന്ന് തൻ്റെ പെരുവിരലുകൾ കൊണ്ട് അദ്ദേഹത്തെ എടുത്ത് ദൂരെ എടുത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം മഹാബലിയുടെ സ്ഥലം എവിടെ എത്തി? ആറ്റത്തിൽ എത്തി. ഇനി അതിൻ്റെ അകത്തേക്ക് പോകുന്ന ആറ്റത്തിൽ നിന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ എവിടെ ഇറങ്ങാൻ പോകുന്ന 28. അതിന് താഴെ കലാതലത്തിൽ, അതിന് താഴെയാണ്. ആറ്റത്തിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് ശാസ്ത്രലോകം നോക്കുമ്പോൾ മയനെന്ന അസുര രാജാവ് കശ്യപനാശത്തിന് ശേഷം പരമശിവൻ അവിടെ സ്ഥാനം നൽകി. മയനെന്ന രാജാവിനാണ് അവിടെ സ്ഥാനം നൽകിയിരിക്കുന്നത്. മായാവികൾക്ക് ആചാര്യനായും ശ്രീ പരമശിവനാൽ സംരക്ഷിതനായും സുദർശന ചക്രത്തിൽ നിന്നുമൂലം ഭയമില്ലാതെ സംപൂജ്യനായി വാഴുന്നു. അപ്പോൾ അതിൻ്റെ അകത്താണ്, ആറ്റത്തിൻ്റെ അകത്താണ് മയൻ എന്ന അസുരൻ്റെ സ്ഥാനം. അതും ആറ്റം തന്നെയാണ്. അതുകൊണ്ട് പരമശിവന്റെ സംരക്ഷണത്തിലാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ആറ്റത്തിൻ്റെ അകത്ത് സുദർശന ചക്രത്തിന് പോലും ഭയക്കേണ്ടതില്ല. സുദർശന ചക്രമല്ലേ ഭൂമിക്ക് മുകളിലുള്ള മനുഷ്യരെല്ലാം കൊല്ലാൻ വേണ്ടിയുള്ളതാണ്. ആറ്റത്തിൻ്റെ അകത്ത് കയറി കളിക്കാൻ സുദർശന ചക്രത്തിനും പറ്റില്ല. ഈ സൗരയുഗ സിസ്റ്റങ്ങൾക്കൊന്നും ആറ്റത്തിൻ്റെ അകത്ത് കയറി കളിക്കാൻ പറ്റില്ല. അപ്പം ആറ്റത്തിൻ്റെ അകത്തിരിക്കുന്ന മയനെ ഒന്നും ഭയക്കണ്ട. സുദർശന ചക്രം ഇവിടുത്തെ ഗ്രഹങ്ങളെ എങ്ങനെ ചുറ്റിയാലും മനുഷ്യരെ സാധിക്കുന്നുള്ളൂ, അല്ലാതെ ആറ്റങ്ങളുടെ അകത്ത് അവർക്കൊരു സ്ഥാനവും ഇല്ല. ഇനി അവിടെ നിന്നും താഴെ മഹാതലത്തിൽ അനേകം ശിരസ്സുകളുള്ള സർപ്പങ്ങളുടെ ക്രോധാവേശം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇനി ആറ്റത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്നത് ഊർജങ്ങളാണ്. ആറ്റത്തെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പ്രവഹിക്കുന്നത് ഊർജങ്ങളാണ്. ഊർജം സർപ്പഗതിയിലാണ് പോവുക. അതുകൊണ്ട്
അവിടെ മുഴുവൻ പലതരം സർപ്പങ്ങളാണ്. അതിനാണ് ക്രോധാവേശം എന്ന് പറയുന്നത്. ദീർഘശരീരമുള്ള ഊർജം എങ്ങനെയാണ് സഞ്ചരിക്കുക? ഇങ്ങനെ ദീർഘശരീരമുള്ള കുഹകൻ, തക്ഷകൻ, കാളിയൻ, സുബേണൻ മുതലായ മുഖ്യന്മാരോടുകൂടി വിഷ്ണുവാഹനമായ പക്ഷിരാജനാൽ ഭയന്നുകൊണ്ടാണെങ്കിലും സ്വന്തം കളത്തപുത്ര മിത്രബന്ധുക്കളുമായിട്ട് അവിടെ വസിക്കുന്നു. അവിടെ അനവധി തരം സാധാരണ തരത്തിലുള്ള ഊർജങ്ങളുണ്ട്. അത് സാധാരണ നമുക്കറിയുന്ന ഊർജങ്ങൾ, ന്യൂക്ലിയസിൻ്റെ അകത്ത് ഊർജങ്ങളാണുള്ളത്, തരംഗരൂപത്തിലാണ്. അതിനാണ് ഈ സാധാരണ ഓർഡിനറി തക്ഷകനും കാളിയനും എല്ലാം ആയിട്ടുള്ള സർപ്പങ്ങളായിട്ട് അവർ കുടുംബസമേതം അങ്ങനെ താമസിക്കണം, മക്കളുമായിട്ട് വിവരിക്കും. ഇതെല്ലാം ഊർജങ്ങളാണ്. കഥയിൽ പാമ്പായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം എന്നെല്ലാം പറയുകയാണ് പലതരത്തിലുണ്ട്. അതിന് താഴെയാണ് രസാതലം. അവിടെ ദൈത്യന്മാർ, ധനുജന്മാർ, പണികൾ, നിവാനകവചന്മാർ, കാലേയന്മാർ, ഹിരണ്യപുരവാസികൾ എന്നീ ദേവദ്വേഷകരും അവര് മഹാബലന്മാരാണ്, സാഹസികളുമാണ് എന്ന് പറയുകയാണ്. ശ്രീഹരിയുടെ തേജസ്സാൽ പൊന്നിലെ സർപ്പം പോലെ, പൊത്തിലെ സർപ്പം പോലെ വസിക്കുന്നു. അപ്പം അവരുടെ അകത്തായിട്ട് ഇത്തരം കുറേ ബലങ്ങൾ, പലതരങ്ങളുള്ള ബലങ്ങൾ ഇവരുടെ അകത്തുണ്ട്. വേദമന്ത്ര അക്ഷരങ്ങളാൽ ഇന്ദ്രനെ പേടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വേദമന്ത്ര അക്ഷരങ്ങളെ പറ്റി എന്ന് പറയാൻ കാരണം വേദങ്ങളിലൂടെയാണ് പ്രപഞ്ച സൃഷ്ടിയെല്ലാം നടന്നിരിക്കുന്നത്. അപ്പം ജ്ഞാനത്തിൽ നിന്നാണ് ആദ്യം സയൻസാണ് ഉണ്ടാകുന്നത്. സയൻസിൽ നിന്നാണ് ഊർജങ്ങളും എനർജിയെല്ലാം ഉണ്ടാവുന്നത്. എനർജി രൂപത്തിൽ വരിക. എനർജിയും ദ്രവ്യം രണ്ടായിട്ട് തിരിക്കാം. എനർജിയും ദ്രവ്യങ്ങളും, എനർജി കൂടിയിട്ടാണ് ദ്രവ്യങ്ങളാകുന്നത്. ഇതെല്ലാം ഉണ്ടാകുന്നത് വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വേദങ്ങൾ, ഇന്ദ്രൻ ഉരുവിട്ട വേദങ്ങളെ ഭയന്നുകൊണ്ട് അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഊർജങ്ങളെല്ലാം തന്നെ, ഈ പറയുന്ന നാഗങ്ങളെല്ലാം തന്നെ, ഈ പറയുന്ന ഭൗതിക വസ്തുക്കളെല്ലാം തന്നെ ശാസ്ത്രത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. പക്ഷേ ശാസ്ത്രത്തെ ഭയക്കണം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണ് ആദ്യം ഉണ്ടാകേണ്ട സംഗതി. ഏതൊരു വീട് നിർമ്മിക്കണ്ടെങ്കിലും ആദ്യം ഉണ്ടാകുന്നത് ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം മറ്റുള്ള എല്ലാം ഉണ്ടാകാൻ. ഊർജമായാലും ആറ്റങ്ങളായാലും എന്ത്. അപ്പം ആദ്യം തന്നെ വേദങ്ങളാണ് ഉണ്ടായത്. വേദങ്ങളിൽ നിന്നാണ് പ്ലാൻ ഉണ്ടായത്. പ്ലാനിൽ നിന്നാണ് ബ്രഹ്മാവ് പിന്നെ സൃഷ്ടി തുടങ്ങിയത്. സൃഷ്ടി തുടങ്ങുമ്പോഴാണ് ആദ്യം ഊർജമുണ്ടായി, കണങ്ങളുണ്ടായി, ആറ്റമുണ്ടായി, തന്മാത്രയുണ്ടായി, പ്രപഞ്ചമുണ്ടായി. അപ്പം ഏറ്റവും ഭയക്കേണ്ടത് ശാസ്ത്രത്തെയാണ്. കാരണം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം നിലനിൽക്കുന്നത്. ഇനി അതിന് തേടെ പാതാള ലോകത്തിൽ വമ്പിച്ച ബലമുള്ള വാസുകി പ്രവൃത്തികളായ നാഗലോകാധിപന്മാർ, അതവരുടെ പേര് ശംഖൻ, ഉളികൻ, മഹാശംഖൻ, ശ്വേതൻ, ധനഞ്ജയൻ, ധൃതരാഷ്ട്ര, ശംഖചൂടൻ, കമ്പളൻ, അശ്വതരൻ, ദേവതൻ മുതലായവ പാർത്തു വരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിലാണ് വേദങ്ങളുണ്ടായത്. എവിടെയാണ്? അപ്പം വേദങ്ങളുണ്ടായി. വേദങ്ങളുണ്ടാണെങ്കിൽ അതിൻ്റെ പിന്നിൽ
പ്രേരക ശക്തിയായിട്ടുള്ള ഒരു ശക്തി വിശേഷമുണ്ട്. അപ്പൊ ആദ്യം ഉണ്ടായ വേദങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ശാസ്ത്രലോകത്തിന് മനസ്സിലാകാത്ത ഊർജം ഏതിൽ നിന്നുണ്ടായി, ദ്രവ്യം ഏതിൽ നിന്നുണ്ടായി, സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്. ഈ സയൻസ് ഏതിൽ നിന്നെല്ലാം ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർഗുണമായ ബ്രഹ്മം ആദ്യം ഒരു പ്രേരക ശക്തിയായിട്ട് വരുന്നു. അതും എനർജി തന്നെയാണ്, പക്ഷേ ആധുനിക സയൻസിന്റെ പരിധിയിൽ വരുന്നല്ല, അത് പരാസയൻസിന്റെ പരിധിയിൽ വരുന്നതാണ്. ആ സയൻസ് എന്ന് പറയുന്നത് നമ്മളെ കാമം, ക്രോധം എന്നെല്ലാം പറയുന്ന വിചാരങ്ങൾക്ക് സമാനമാണ്. അതിനെ ആധുനിക സയൻസ് എടുക്കുന്നില്ല. ഈ ലോകത്തിലുണ്ടാകുന്ന സംഭവവികാസങ്ങളെ കാമ, ക്രോധ, വികാരം, ദേഷ്യം, കോപം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം പ്രേമം ഇതെല്ലാം കൂടിയിട്ടാണ് ഈ ലോകം ഉണ്ടാകുന്നത്. പക്ഷേ അതിലൊക്കെയാണ് ഈ ലോകം ഉണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ ഈ ലോകമില്ല. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിലെല്ലാം ഇതെല്ലാണ്. പക്ഷേ അതിനെ സയൻസ് കണക്കിലെടുക്കുന്നില്ല. അതേപോലെ ആദ്യം പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ചില വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ശക്തി വിശേഷമാണ് ഇവിടെ അതും എനർജി തന്നെയാണ്, ഊർജ രൂപത്തിലാണ്, തരംഗ രൂപത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടെ വാസുകിയും പ്രവൃത്തികളും എന്ന നിലയിൽ അവയെ ചിത്രീകരിച്ചത്. അപ്പോൾ വാസുകി എന്ന സർപ്പത്തിൻ്റെ അത് പല ഫലങ്ങളോടുകൂടിയ പ്രവൃത്തികളെല്ലാം ആയിട്ട് എന്ന് പറയുമ്പോൾ 5, 7, 10, 100, 1000 വീതം തോതിൽ ശിരസ്സുകളുള്ളവ പ്രകാശിക്കുന്നു. അതിൻ്റെ തലയിലെല്ലാം രത്നങ്ങളുണ്ട്. ആ രത്നങ്ങളുടെ പ്രകാശത്താൽ അവിടെ പാതാള ലോകത്തിൻ്റെ ഇരുട്ടിനെയെല്ലാം അകറ്റിക്കൊണ്ടത് പ്രകാശിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു തരം ഊർജമായിട്ട് തന്നെ കാണണം. പക്ഷേ സാധാരണ നമ്മൾ സയൻസിൽ പഠിക്കുന്ന ഊർജമല്ല. അതിനാണ് നാഗങ്ങളായിട്ട് മുമ്പ് ചിത്രീകരിച്ചത്. പക്ഷെ അതെല്ലാം ഉണ്ടായിരിക്കുന്ന സയൻസിൽ നിന്നാണ്. ആ സയൻസ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രേരക ശക്തിയായിട്ട് കുറേ ഉണ്ട്, പ്രേരിപ്പിക്കുന്നത്. അപ്പം നമ്മളെല്ലാം ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട്. ആ പ്രേരണ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ആ പ്രേരിപ്പിക്കുന്ന അതിനെ സയൻസ് അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ഇത് ഒരു പ്രേരണ ഉണ്ടായിട്ട് ഞാൻ ഇന്ന് കർമ്മം ചെയ്തു, ആ പ്രേരണ എന്ന് പറയുന്ന ശക്തിനെ എങ്ങനെയാണ് സയൻസിൽ കാണുക? അതുപോലെ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിൽ, ഈ ആറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് പിന്നിൽ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി, അതാണ് മഹാശക്തി. ആ ശക്തിയാണ് ബ്രഹ്മത്തിൽ നിന്ന് ആദ്യം ഉണ്ടായത്. അത് പല രൂപത്തിലായിട്ട് തിരിഞ്ഞിട്ട് ഇവിടെ പല പേരിൽ പറഞ്ഞതേ ഉള്ളൂ. അതിൽ നിന്നാണ് ആദ്യം ഊർജങ്ങളായിട്ട് നാഗങ്ങളായിട്ട് വന്നത്. ആ ഊർജമാണ് പിന്നെ കണങ്ങളായി മാറുകയും ആറ്റങ്ങളായിട്ട് മാറുകയും പിന്നെ ആറ്റങ്ങൾ കൂടി ചേർത്തിട്ട് വസ്തുക്കൾ അവസാനം പ്രപഞ്ചമായി മാറിയത് എന്ന് പറയുകയാണ്. അങ്ങനെ ഈ പാതാള ലോകത്തിൻ്റെ വിവരണവും പറഞ്ഞു കഴിഞ്ഞു. ഇത് ശുദ്ധമായ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. കെമിസ്ട്രിയിലൂടെ ആറ്റങ്ങളെ അനലൈസ് ചെയ്തു പോവുക. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ആദ്യമുള്ള ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങി പ്രപഞ്ചമായി വരുന്നത് വരെയുള്ളതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് അതിനെ കണ്ടാൽ മതി. പക്ഷേ അത് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഭൂമിയും ഭൂമിക്കടിയിലുള്ള വസ്തുക്കളും, ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം രാസവസ്തുക്കളാണ്. അത്തരത്തിലുള്ള ഒരു അനലൈസായിട്ട് അതിനെ കണ്ടാൽ